الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين يا رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്ന റിസാല വസിയ്യത്തു ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി എന്ന ശ്രേഷ്ഠനായ പണ്ഡിതന്റെ വസിയ്യത്ത്. അതിൽ തുടർച്ചയിൽ അദ്ദേഹം പറയുന്നു, വസ്തരിഹ് ഇലാ മുനാജാതിഹി, നീ റബ്ബുമായിട്ടുള്ള രഹസ്യ സംഭാഷണത്തിൽ നീ റാഹത്ത് കണ്ടെത്തുക. അഥവാ ഓരോ അടിമയും അവന്റെ റബ്ബുമായിട്ടുള്ള രഹസ്യമായിട്ട് അവനും റബ്ബുമായിട്ടുള്ള സംസാരമുണ്ടാകും, സംഭാഷണമുണ്ടാകും. അതിൽ റാഹത്ത് കണ്ടെത്തുക. വതലദ്ദദ് ബിഇബാദതിഹി, അവനുള്ള ഇബാദത്തിൽ നീ ആസ്വാദനം കണ്ടെത്തുക. فإنه يروى عن أبي سليمان الداراني أنه دخل على أحمد بن أبي الحواري. അബൂ സുലൈമാൻ അദ്ദാറാനി റഹിമഹുല്ലാഹ് സലഫുകളിൽ ശ്രേഷ്ഠനായ വ്യക്തിയാണ്, ആബിദാണ്, സാഹിദാണ്. അതുപോലെ തന്നെയുള്ള മറ്റൊരു വ്യക്തിയാണ് അഹ്മദ് ബിൻ അബി അൽ ഹവാരി. അപ്പോൾ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് അബൂ സുലൈമാൻ അദ്ദാറാനി ഒരിക്കൽ ചെല്ലുമ്പോൾ വഹുവ യബ്കി, അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഫഖാല, അപ്പോ അബൂ സുലൈമാൻ അദ്ദാറാനി പറഞ്ഞു, മാ യുബ്കീക്, എന്താണ് നിങ്ങളെ കരയിപ്പിച്ച കാര്യം, എന്താണ് നിങ്ങളെ കരയിപ്പിക്കുന്നത്? ഫഖാല, അപ്പോൾ അദ്ദേഹം പറഞ്ഞു, യാ അഹ്മദ് വമാ ലീ ലാ അബ്കി, എന്താണ് കരയാതിരിക്കാൻ എനിക്ക് എന്ത് അവകാശമാണുള്ളത്? വലൗ റഅയ്ത ഖുവാമൽ ലൈലി വഖദ് ഖാമു ഇലാ മഹാരിബിഹിം, നീ കണ്ടാൽ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കുന്ന ആളുകളെ അവർ അവരുടെ മിഹ്റാബിലേക്ക്, അഥവാ അവരെ നിസ്കരിക്കുന്ന സ്ഥലത്തേക്ക് അവരെഴുന്നേൽക്കുന്നത് നീ കണ്ടാൽ, വൻതസബു അലാ ഖദാമിഹിം യുനാജൂന റബ്ബഹും ഫീ ഫികാകി റിഖാബിഹിം, നാളെ നരകശിക്ഷയിൽ നിന്ന് അവരെ ഒഴിവാക്കി കിട്ടാൻ വേണ്ടി അള്ളാഹുവിന്റെ മുമ്പിൽ കാലുകൾ ഉറപ്പിച്ചുകൊണ്ട് രഹസ്യ സംഭാഷണത്തിൽ മുനാജാത്തിൽ ഏർപ്പെടുന്നവരെ കണ്ടാൽ, وقطرت دموعهم على قدامهم وجرت على خدودهم, അവരുടെ കണ്ണിൽ നിന്ന് കണ്ണീർ തുള്ളികൾ അവരുടെ കവിളുകളിലൂടെ ഒലിച്ച് അവരുടെ കാലിൽ താഴെ വീണുകൊണ്ടിരിക്കുന്നത് നീ കണ്ടാൽ, وقد أشرف عليهم الجليل فنادى, ആ സമയത്ത് ജലീലായിട്ടുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു പറയും, യാ ജിബ്രീൽ بعيني من تلذذ بكلامي واستراح إلى مناجاتي فلم لا تنادي فيهم, എന്റെ കൺമുമ്പിലായിക്കൊണ്ട് എന്റെ കലാം അഥവാ ഖുർആൻ ആസ്വദിച്ച് പാരായണം ചെയ്ത് എന്നോടുള്ള മുനാജാത്തിൽ റാഹത്ത് കണ്ടെത്തുന്ന ഒരടിമ, അവനോട് നീ എന്തുകൊണ്ടാണ് വിളിച്ചു പറയാത്തത്? യാ ജിബ്രീൽ മാ ഹാദൽ ജസ്ഉ അല്ലദീ അറാഹു ഫീകും, എന്താണ് അവർ ഈ അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട്? അഥവാ രാത്രി നിസ്കരിക്കുക എന്നുള്ളത് വളരെയധികം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് അടുത്തിട്ടുള്ള, അള്ളാഹു തൗഫീഖ് നൽകുന്ന ആളുകൾക്ക് സ്ഥിരതയോടുകൂടി ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ്. കാരണം വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ എന്താണ് അവരിങ്ങനെ ബുദ്ധിമുട്ടാൻ? അബലഗും അന്ന ഹബീബൻ യുഅദ്ദിബു അഹിബ്ബാഅഹു, നീ അറിയിച്ചിട്ടുണ്ടോ? അഥവാ ഒരാൾക്കൊരാൾ ഇഷ്ടമായി കഴിഞ്ഞാൽ അയാൾ പിന്നെ ഇഷ്ടപ്പെട്ട വ്യക്തിയെ ശിക്ഷിക്കും എന്നെങ്ങാനും അവര് അറിഞ്ഞിട്ടുണ്ടോ? കം കൈഫ യജ്മുലു ബി അൻ ഉബയ്യിത അഖ്വാമൻ വഇൻദൽ ബയാതി ആഖുദുഹും വഖൂഫൻ ലി യതമല്ലഖൂനി, എന്റെ കലാം പാരായണം ചെയ്ത് ആസ്വാദനത്തോടുകൂടി റാഹത്തോടുകൂടി രാത്രിയിൽ നിസ്കരിപ്പിക്കാൻ ഞാൻ എഴുന്നേൽപ്പിച്ച ആളുകൾ, അവരെ പിന്നീട് ഞാൻ പിടികൂടുക എന്നുള്ളത് എനിക്ക് യോജിച്ചൊരു കാര്യമാണോ? ഫബിഇസ്സതി ലഅജ്അലന്ന ജസാഅഹും വഖദ് വറദു അലയ്യ അൻ അക്ഷിഫ ലഹുൽ ഹിജാബ അൻ വജ്ഹി ഹത്താ അൻദുറ ഇലൈഹിം വയൻദുറൂ ഇലയ്യ,
അവർക്ക് ഈ രാത്രി നിസ്കരിച്ചതിന്റെ പ്രതിഫലമായിട്ട് നാളെ നൽകുന്നത്, നാളെ സ്വർഗത്തിൽ അവരുടെ മുമ്പിൽ എന്റെ ഹിജാബിനെ നീക്കം ചെയ്യും. അവരങ്ങനെ എന്റെ മുഖത്തേക്ക് നോക്കും, ഞാൻ അവരെയും നോക്കും, അവരെന്നെയും നോക്കുന്ന അവസ്ഥയുണ്ടാകും. അതായത് രാത്രി നിസ്കാരത്തിന് സൂറത്ത് സജ്ദയിലെ തതജാഫാ ജുനൂബുഹും അനിൽ മവാജി എന്ന ആയത്തിന്റെ എല്ലാം വിശദീകരണത്തിൽ അവർക്കറിയില്ല എന്താണ് അള്ളാഹു കൺകുളിർമയായിട്ട് അവർക്ക് വെച്ചിട്ടുള്ളത് എന്നവർക്ക് അറിയില്ല എന്ന് പറയുന്ന ആയത്തിൽ മുഫസ്സിരീങ്ങൾ പറയാറുള്ള ഒരു കാര്യമാണ്, രഹസ്യമായി അള്ളാഹുവിന് മുമ്പിൽ നിന്ന് നിസ്കരിച്ച ആളുകൾ അവർക്ക് നാളെ പരലോകത്തിൽ ലഭിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലം നാളെ അള്ളാഹുവിനെ സ്വർഗത്തിൽ കാണാൻ സാധിക്കുക എന്നതാണ്. അതാണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ ആസ്വാദനമായിട്ടുള്ളത്. അത് ഉണ്ടാകും. അപ്പൊ രാത്രി നിസ്കരിക്കുന്ന ആളുകൾ, അള്ളാഹുവിനോട് മുനാജാത്ത് ചെയ്യുന്ന ആളുകൾ, അവരുടെ അവസ്ഥ ഇവിടെ പറയാം. ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ഇവിടെ ഓർമ്മിപ്പിക്കുന്നത്, ഈ വസിയ്യത്തിൽ ഓർമ്മിപ്പിക്കുന്നത്, അള്ളാഹുവുമായിട്ട് മുനാജാത്തിൽ ഏർപ്പെടുന്ന അഥവാ രാത്രിയിൽ രഹസ്യമായി അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്ത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് അള്ളാഹുവിനെ ദിക്ർ ചെയ്യുന്ന ആളുകളായിട്ട് നിങ്ങൾ മാറണം. വമിൻഹ, അതുപോലെ തന്നെ മറൂയ അൻ മൻസൂർ ഇബ്നു അമ്മാർ അന്നഹു ഖാല സമിഅതു ആബിദൻ ബില്ലൈലി യുനാജി റബ്ബഹു വഹുവ യഖൂൽ. മൻസൂർ ഇബ്നു അമ്മാർ എന്ന സലഫുകളിൽപ്പെട്ട വ്യക്തി അദ്ദേഹം പറയുകയാണ്, ഞാൻ ഒരിക്കൽ കേട്ടു രാത്രി നിസ്കരിക്കുന്ന ഒരാൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത്, അള്ളാഹുവിനുമായി സംസാരിക്കുന്നത് കേട്ടു. വഇസ്സതിക വജലാലിക, അള്ളാഹുവെ നിന്റെ ഇസ്സത്ത് കൊണ്ടും നിന്റെ ജലാൽ അങ്ങേറ്റത്തെ മഹത്വം കൊണ്ടും ഞാൻ പറയുന്നു, മാ അറദ്തു ബിമഅസിയതി മുഖാലഫതക, ഞാൻ എന്റെ തിന്മ കൊണ്ട് നിനക്കെതിരായി നിൽക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വലാ തഅറുദ ലിഗദബിക, നിന്റെ ശിക്ഷ, നിന്റെ കോപം അത് ഏറ്റുവാങ്ങണമെന്ന് അതിന്റെ ഒരാളായി മാറണമെന്ന് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. വലാ അന ബിനകാലിക ജാഹിലുൻ, നിന്റെ ശിക്ഷ അതിനെ തൊട്ട് ഞാൻ ഞാൻ ജാഹിലായതുകൊണ്ടുമല്ല, അറിവില്ലാത്തവനായതുകൊണ്ടുമല്ല. വലാ ലി അദാബിക മുതഅദ്ദിബുൻ, നിന്റെ ശിക്ഷ അത് ഏറ്റുവാങ്ങണം അതിന് വേണ്ടിയിട്ടുമല്ല. വലാ ബിനദ്രിക മുസ്തഖിഫുൻ, നിന്റെ നോട്ടം അതിനെ ലഘുവായി കണ്ടിട്ടുമല്ല, അതിന്റെ വില കൊടുക്കാതെ കണ്ടിട്ടുകൊണ്ടല്ല ഞാൻ തിന്മ ചെയ്തത്. വലാകിൻ, പക്ഷേ സുയ്യിനത് ലി നഫ്സി, എനിക്കത് അലങ്കരിക്കപ്പെട്ടതായി തോന്നിക്കപ്പെട്ടു എന്റെ ഉള്ളിൽ, എന്റെ നഫ്സിൽ. വഅആനത്ഹാ ശഖ്വതി, എന്റെ ദൗർഭാഗ്യം അതെന്നെ അതിന് കൂടുതൽ സഹായിക്കുകയും ചെയ്തു, അഥവാ തിന്മയിൽ മുഴുകാൻ. വഗറനി സിത്റുകൽ മുർഖാ അലയ്യ, നീ എന്റെ മേലെ ആളുകൾ കാണാതെ ആളുകൾ അറിയാതെ നീ ഇട്ട മറ, അതിൽ ഞാൻ വഞ്ചിതനായി പോയി. ഫമഅസിയതുക ബിജഹ്ലി, ഞാൻ നിന്നോട് കാണിച്ച അനുസരണക്കേട് എന്റെ അറിവുകേടാണ്, അറിവില്ലായ്മയാണ്. വഖാലഫ്തുക ബിജുഹ്ദി, എന്റെ ധിക്കാരം കൊണ്ട് മാത്രമാണ് ഞാൻ നിനക്കെതിരായി നിന്നത്. ഫൽആന മിൻ അദാബിക മൻ യൻഖുദ്നി, ആരാണിപ്പോൾ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ രക്ഷിക്കാൻ നീ അല്ലാതെ വേറെ ആരാണുള്ളത്. വബിഹബ്ലിൻ മനഅതസിമു ഇൻ ഖതഅത ഹബ്ലക അന്നി, നിന്നിൽ നിന്നുള്ള കയറ് ഹബല് എന്റെ മേലെ നീ മുറിച്ചു കളഞ്ഞാൽ വേറെ ഏത് കയറിലാണ് എനിക്ക് പിടിക്കാൻ സാധിക്കുക. വസൗഅത മിനൽ വുഖൂഫി ബൈന യദൈക ഗദൻ ഇദാ ഖീല അൽ മുഖഫീന ജൂസു വലിൽ മുസ്തലീന ഹുത്തു, എന്തൊരു അവസ്ഥയായിരിക്കും നാളെ പരലോകത്ത് തിന്മകൾ കുറഞ്ഞ ആളുകളോട് നിങ്ങൾ പോയിക്കൊള്ളുക, അവർക്ക് അനുവാദം കൊടുക്കുമ്പോൾ തിന്മകൾ ധാരാളം ചെയ്തിട്ടുള്ള ആളുകൾ അവരോട് അവിടെ നിൽക്കുക, ശിക്ഷകൾ ഏറ്റുവാങ്ങാൻ നിൽക്കുക എന്ന് പറയുമ്പോൾ അഫമഅൽ മുഖഫീന അജൂസു അമ്മഅൽ മുസ്തലീന അഹത്തു യാ സയ്യിദി, എന്റെ സയ്യിദ് ഞാൻ ആരുടെ ഏത് കൂട്ടത്തിലായിരിക്കും? അഥവാ പാപങ്ങൾ കുറഞ്ഞ് പുറത്തു കിട്ടിയിട്ട് അനുവാദം അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾക്ക് അനുവാദം ലഭിക്കുന്നവനാകുമോ അതോ ശിക്ഷക്കുള്ള ആളായി മാറുമോ? വൈലി കുല്ലമാ ത്വാലത് അയ്യാമി കസുറത് ആഥാമി, എന്റെ നാശമേ, ദിവസങ്ങൾ കാലങ്ങൾ കൂടുന്തോറും എന്റെ തിന്മകളും കൂടിയല്ലോ. വൈലി കുല്ലമാ കബറത് സിന്നി അളുമത് മുസീബത്തി, എന്റെ പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് എനിക്കിതുപോലെയുള്ള പാപങ്ങളുടെ മുസീബത്തുകളും വർദ്ധിച്ചല്ലോ. ഫമിൻകം അതൂബ്, എത്ര തവണയാണ് ഞാൻ പശ്ചാത്തപിക്കുന്നത്. വഫീകം വഊദ്, എത്ര തവണയാണ് ഞാൻ പശ്ചാത്തപിച്ച് തിന്മയിൽ വീണ്ടും മടങ്ങുന്നത്. വാ ശബാബ വാ ശബാബ, എന്റെ യുവത്വമേ, എന്റെ യുവത്വമേ. അതായത് നമ്മുടെ തിന്മകളെ കുറിച്ചിട്ടുള്ള ആ ഒരു ഏറ്റുപറച്ചിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല മുമ്പിൽ, ഈ ഒരു അടിമ അള്ളാഹുവിന് മുമ്പിൽ അത് ഏറ്റുപറയുകയാണ്. അവൻ ചെയ്തു പോയിട്ടുള്ള തിന്മകൾ, അവന്റെ കുറവുകൾ, അവന്റെ വീഴ്ചകൾ എന്നിവ. അപ്പൊ അള്ളാഹുമായിട്ടുള്ള മുനാജാത്ത് എന്ന് പറഞ്ഞാൽ അത് സ്വാലിഹീങ്ങൾക്ക് ലഭിക്കുന്ന
അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ലഭിക്കുന്ന മഹത്തായിട്ടുള്ള ഒരു അനുഗ്രഹമാണ്, തൗഫീഖാണ്. രാത്രി ഇന്ന് നിസ്കരിക്കാൻ എഴുന്നേൽക്കാൻ സാധിക്കുക എന്നുള്ളത് ആരോഗ്യം ഉണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കുറെ അലാറം വെച്ചതുകൊണ്ടോ ഒന്നും സാധിക്കില്ല. അത് അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു നൽകുന്ന മഹത്തായ തൗഫീഖാണ്. നിങ്ങൾ ഗുണം ഉണ്ടായിരിക്കണം അവന്റെ നിയ്യത്തിൽ, അവന്റെ സിദ്ഖിൽ, അതുപോലെ തന്നെ തിന്മകൾ ഒഴിവാക്കുന്നതിൽ, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവന് രാത്രി അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്താൻ അവന് സാധിക്കുന്നു. വറുവിയ അൻ റജുലിൻ ഖാല, മറ്റൊരു റിവായത്തിൽ വന്നിട്ടുണ്ട്, ഒരു വ്യക്തി ഉദ്ധരിക്കുകയാണ്, തലഅതു ബഅദ ജിബാലി ശ്യാം, ഒരിക്കൽ ഷ്യാമിലെ ഒരു പർവ്വതത്തിൽ അവിടെ ഒരിക്കൽ യാത്ര സമയത്ത് ഫൈദാ ഫീ റഅസിഹി ആബിദുൻ ഖദ് ഇസ്തദ്ദ ബുകാഉഹു വനഹീബുഹു, അവിടെ ഒരു ആബിദായിട്ടൊരു വ്യക്തിയുണ്ട്, അയാൾ അതിയായി കരഞ്ഞുകൊണ്ട് ഇരിക്കുകയാണ്. ഫസമിഅതു യഖൂൽ, അദ്ദേഹം പറയുന്നത് കേട്ടു, അതറാ ബുകാഇ നാഫിഅൻ ലി ഇൻദക യാ സയ്യിദി വമുൻഖിദൻ ലിറഖബതി മിൻ സഖതിക, എന്റെ ഈ കരച്ചിൽ അല്ലാഹുവിനെ ഓർത്ത് കരയുക, പാപങ്ങളെ ഓർത്ത് കരയുക എന്നുള്ളത് മഹത്തായിട്ടുള്ള ഒരു ഇബാദത്താണ്, നല്ലൊരു കാര്യമാണ്, നല്ലൊരു ഗുണമാണ്. അപ്പോ അദ്ദേഹം പറയാണ്, എന്റെ ഈ കരച്ചില് എനിക്ക് ഉപകരിക്കുമോ, നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ ഉപകരിക്കുമോ? അതറാക മുഖയിലി അസ്റതി ഫീ നാരിക് വഉഅദ്ദമ കബ്റതി ബിഅദാബിക അതറാക മുവബ്ബിഖി അലാ റൂസിൽ ഖലായിക് ബിതഫ്രീതി ഫീ ഹഖ്ഖിക, ഞാൻ എന്റെ തിന്മകൾ കാരണത്താൽ നിന്റെ ശിക്ഷ അനുഭവിക്കുന്ന ഒരാളാണോ ആവുക, അല്ലെങ്കിൽ നിന്നോട് ചെയ്യേണ്ട ബാധ്യതകൾ വിട്ടുകളഞ്ഞതിന്റെ പേരിൽ സൃഷ്ടികളുടെ മേലെ ഒരു നിന്ദിക്കപ്പെട്ടവനായിട്ടാകുമോ ഞാൻ മാറുക? ഉവ്വാഹു ലികശ്ഫി സിത്രി, എന്റെ മറ, എന്റെ രഹസ്യം അത് വെളിവാകുന്ന സമയം. ഉവ്വാഹു ലിഹയാഇ വജ്ഹി, ആ സമയത്ത് എന്റെ മുമ്പിൽ ഒരു ലജ്ജയുണ്ടാകും. ഉവ്വാഹു ലമ്മാ യുൽഖാ ഗദൻ ഫിന്നാരി ജസദി, നാളെ പരലോകത്ത് എന്റെ ശരീരം നരകത്തിൽ എറിയപ്പെട്ടാൽ അതിന്റെ അപകടം പറയാം. അതായത് നമ്മൾ ഒരു തിന്മ ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും തന്നെ നമ്മൾ ഏറ്റവും സുരക്ഷിതരാകുന്ന എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ മറള്ളോണ്ടാണ്. അള്ളാഹു സിത്തീർ എന്നുള്ള നാമം, അതിന്റെ ആ പൂർണ്ണത അള്ളാഹുവിനില്ലായിരുന്നുവെങ്കിൽ നമ്മളെല്ലാവരും ലജ്ജിച്ചു പോകുമായിരുന്നു. ആ എല്ലാ രഹസ്യവും വെളിവാകുന്ന ദിവസമാണ് പരലോകം. അപ്പൊ അതിനെക്കുറിച്ച് ആലോചിച്ച് പറയാണ്, ആ രഹസ്യങ്ങൾ വെളിവാകുന്ന ദിവസത്തിൽ ഞാൻ ലജ്ജിച്ചു പോകുമല്ലോ. ഖാല, എന്നിട്ട് ഉദ്ധരിക്കുന്ന വ്യക്തി പറയാം, തുമ്മ ഇസ്തദ്ദ ബുകാഹു ഹത്താ അൻസാനി മാ ഖബ്ല ദാലിക, ഇതും പറഞ്ഞുകൊണ്ട് അയാൾ വളരെയധികം കരയാൻ തുടങ്ങി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാൾ ഇത്ര നേരം പറഞ്ഞത് എന്താന്ന് ഈ കേട്ട ആള് മറന്നുപോയി. അങ്ങനെ അയാൾ കരയാൻ തുടങ്ങി. ഫനാദാഹു റജുലുൻ, അപ്പൊ ഒരാൾ ഈ യാത്രയിലുള്ള ഒരാള് ഈ വ്യക്തിയോട് ചോദിച്ചു, ദുല്ലന അലാ ത്വരീഖ് റഹിമക്കല്ലാഹ്, നമുക്ക് വഴിയൊന്ന് പറഞ്ഞു തരണം, നമുക്ക് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തരണം എന്ന് പറഞ്ഞു. ഫബകാ സുമ്മ ഖാല, അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറഞ്ഞു, വകൈഫ ലീ വലകും ബിസ്സുബൂതി അലൈഹാ വകൈഫ ലീ വലകും ബിലിസ്തിഖാമത്തി അലൈഹാ, നമുക്ക് എങ്ങനെയാണ് അതിൽ ഉറച്ചു നിൽക്കാൻ സാധിക്കുക, ആ നേരെ ചൊവ്വയെ നിൽക്കാൻ സാധിക്കുക? അവിടെ അദ്ദേഹം ഉദ്ദേശിച്ചത് അള്ളാഹുവിലേക്കുള്ള പരലോകത്തേക്കുള്ള യാത്രയിൽ എങ്ങനെയാണ് ഉറച്ചു നിൽക്കാൻ സാധിക്കുക എന്ന് അദ്ദേഹം പറഞ്ഞു. അല്ലാഹുമ്മ ദുല്ല ഹൈറതഹും വഹൈറതി വലാ തുഅസ്സിർനി വലാ ഇയ്യാഹും, അല്ലാഹ് ഞങ്ങളുടെ ഈ ആശയക്കുഴപ്പം, ഈ ശരി മനസ്സിലാക്കാനുള്ള ആശയക്കുഴപ്പം, അതിൽ നിന്ന് ഞങ്ങൾക്ക് ശരിയായത് അറിയിച്ചു തരണമേ, ഞങ്ങളെ എന്നെയും ഇവരെയും തെറ്റിക്കാതെ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് പറയുകയുണ്ടായി. അതായത് നമ്മുടെ മുൻഗാമികൾ, സലഫുകൾ, സ്വാലിഹീങ്ങൾ, അവര് അള്ളാഹുമായിട്ടുണ്ടായിരുന്ന ആ ഒരു ബന്ധവും അള്ളാഹുവിനോട് പാപങ്ങൾ ഏറ്റുപറയലും അതുപോലെയുള്ള ചില കാര്യങ്ങളാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് ചിന്തിക്കാൻ വേണ്ടി, മനസ്സിലാക്കാൻ വേണ്ടി ഇതിൽ പറയുന്നത്. മറ്റൊരു റിവായത്തിൽ വറുവി അൻ ഹസൻ ബിൻ ജഅഫർ അൻ അബീഹി ഖാല, ഹസൻ ബിൻ ജഅഫർ എന്ന സലഫുകളിൽപ്പെട്ട വ്യക്തിയുടെ ഉപ്പ അദ്ദേഹം പറയാണ്, സ്വല്ലൈതുൽ ഈദ ഫിൽ ജബ്ബാന, ഒരിക്കൽ ഈദ്ഗാഹിൽ വെച്ച് ഈദ് നിസ്കരിച്ചു കഴിഞ്ഞു അദ്ദേഹം. അങ്ങനെ അതിന്റെ ഒരു ഭാഗത്തേക്ക് മാറി നിന്നിട്ട് ഞാൻ അങ്ങനെ ഒറ്റയ്ക്ക് നിൽക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു വൃദ്ധയായിട്ടുള്ള ഒരു സ്ത്രീ ഉണ്ട്. അവര് കൈകൾ ഉയർത്തിക്കൊണ്ട്, ഈദ് നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വഹിയ തഖൂൽ ഇൻസറഫ അന്നാസു വലം ഉഅ്ശിർ ഖൽബി യഅസ യാ സാഹിബസ് സദഖ, സദഖയുടെ വ്യക്തി അഥവാ ഔദാര്യങ്ങൾ ചൊരിയുന്നവനെ, ആളുകളെല്ലാം ഇതാ പിരിഞ്ഞുപോയി, ഞാൻ എന്റെ കൽബിൽ നിന്നിൽ ഒരു നിരാശയും ഞാൻ കണ്ടെത്തുന്നില്ല. ഹാ അനദിഹി മുൻസരിഫത്തുൻ ഫലൈതു ശിഅരി മാ സവ്വതനി,
ഇതാ ഞാനിവിടെ പിരിഞ്ഞു പോകാൻ നിൽക്കുകയാണ്. എന്റെ എന്റെ മുടി, തലയിലെ മുടികൾ അത് വർദ്ധിച്ചത് ഉദ്ദേശം ഞാൻ മരിക്കാനായിട്ടുണ്ട്, പ്രായാധിക്യത്തിൽ എത്തിയിട്ടുണ്ട്, ഞാനും മരിച്ചു പോകാനായിട്ടുണ്ട്. റബ്ബി റഹം വഅഫി വകിബറ സിന്നി, എന്റെ ദുർബലത അതുപോലെ എന്റെ പ്രായാധിക്യം അല്ലാഹു എന്നോട് നീ കാരുണ്യം കാണിക്കണമേ. അപ്പൊ ഇത് കേട്ട വ്യക്തി പറയാ, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഖറജ്തു അർജൂക ഫലാ തുഖയ്യിബ് ഹുസ്ന വന്നി, ഞാൻ നിന്നിലുള്ള പ്രതീക്ഷ കൊണ്ടാണ് ഈദ്ഗാഹിലേക്ക് പുറപ്പെട്ടു വന്നിട്ടുള്ളത്. നിന്റെ കുറിച്ചുള്ള നല്ല ചിന്ത അത് ഇല്ലാതായിട്ടില്ല, എന്നിൽ ഇല്ലാതാക്കരുതേ. വഹിയത്തബിക്ക്, അത് കരഞ്ഞുകൊണ്ടേയിരുന്നു. ഇത് കേട്ട വ്യക്തി ഈദിന് വന്ന ഈദ്ഗാഹിൽ നിസ്കരിക്കാൻ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തി പറഞ്ഞു, ഫമൻ തഫഅതു ബിശൈഇൻ ഫീ യൗമി, എനിക്ക് ഈ ദിവസത്തിൽ ഒന്നും നേടാൻ സാധിച്ചില്ല എന്നത്. അതായത് നമുക്ക് അള്ളാഹുവിനോട് സംസാരിക്കാൻ, നമ്മളും അള്ളാഹുമായിട്ടുള്ള ഒരു സംസാരം, നമ്മുടെ കാര്യങ്ങൾ പറയാൻ, അതുപോലെയുള്ള ഒരു അവസ്ഥ നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കണം. അതുപോലെ തന്നെ മറ്റൊരു റിവായത്തിൽ വഅൻ സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് അദ്ദേഹം പറയാണ്, സമീഅതു അറാബിയൻ ബിഅറഫ യഖൂൽ, ഒരു അറാബി ഒരു ദിവസം അറഫയിൽ നിന്നുകൊണ്ട് ദുആ ചെയ്യുന്നത്, അഥവാ അറഫാ ദിവസത്തിൽ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അള്ളാഹു ദുആഇന് ഉത്തരം ചെയ്യുന്ന ആ മഹത്തായിട്ടുള്ള സമയത്തിൽ, ദിവസത്തിൽ, സന്ദർഭത്തിൽ ഒരു അറാബി അവിടെ നിന്ന് ദുആ ചെയ്യുന്നത് കേട്ടു എന്ന് സുഫിയാൻ അസ്സൗരി റഹിമഹുല്ലാഹ് പറയാണ്. അപ്പൊ അറാബി ദുആ ചെയ്ത വാക്കുകൾ, ഇലാഹി, എന്റെ ഇലാഹേ, മൻ അഹഖു ബിസ്സലലി വത്തഖ്സീരി മിന്നി വഖദ് ഖലഖ്തനി ളഈഫൻ, നീ എന്നെ ദുർബലനായിട്ട് സൃഷ്ടിച്ച് എന്നിരിക്കെ എന്നേക്കാൾ ഈ തെറ്റിലും ഇതിലുമായിട്ടുള്ള പോവാൻ യോഗ്യനായിട്ട് ആരാണുള്ളത്? അഥവാ സ്വന്തം ദുർബലത ബോധ്യപ്പെടുത്തുക. ومن أحق بالعفو عني منك وعلمك بي سابق وأمرك بي محيط, എന്നേക്കാൾ നിന്റെ അഫ്വിന് അർഹനായിട്ടുള്ളവൻ ആരാണുള്ളത്? കാരണം നിനക്കറിയാമല്ലോ, എന്റെ കുറിച്ചിട്ടുള്ള പൂർണ്ണമായ അറിവ് നിനക്ക് മുൻകടന്നതായിട്ടുണ്ടല്ലോ. ഇലാഹി ലം അഹ്സിൻ ഹത്താ അദിൻതലി, ഞാൻ ഒരു നന്മയും ചെയ്തിട്ടില്ല നീ അനുവദിച്ചുകൊണ്ടല്ലാതെ. വലം ഉസിയ ഹത്താ ഖവൈത അലയ്യ, ഞാനൊരു തിന്മയും ചെയ്തിട്ടില്ല അത് എനിക്ക് മുമ്പ് തന്നെ നീ അറിവോടുകൂടി രേഖപ്പെടുത്തിയതല്ലാതെ. അതഅതുക ബിനിഅമതിക വൽ മിന്നതു ലക്, ഞാൻ നിന്നെ അനുസരിച്ചതെല്ലാം നീ എനിക്ക് നൽകിയ അനുഗ്രഹവും ഔദാര്യവുമാണ്. വഅസൈതുക ബിഇൽമിക വൽ ഹുജ്ജതു ലക്, ഞാൻ നിന്നെ ധിക്കരിച്ചതെല്ലാം അതിനെക്കുറിച്ചുള്ള അറിവ് നിന്റെ അടുക്കലുണ്ട്, അതിനുള്ള വ്യക്തമായ തെളിവും നിന്റെ അടുക്കലുണ്ട്, എന്റെ മേലൊരു ഹുജ്ജത്തായിട്ട് അത് അവിടെ ഉണ്ട്. ഫസ്അലുക ബിവുജൂബി ഹുജ്ജതിക് വൻഖിതാഇ ഹുജ്ജതി, എനിക്ക് യാതൊരു ഹുജ്ജത്തും നിന്റെ മേലെ, ഒരു തെളിവും ഒരു സാക്ഷ്യപത്രവും നിന്റെ മേലെ ബോധിപ്പിക്കാനില്ല ഞാൻ ചെയ്ത തിന്മകൾക്ക്. പക്ഷെ ഞാൻ തിന്മകൾ ചെയ്തു എന്നുള്ളത് നിനക്കുണ്ട്. അത് മുൻനിർത്തിക്കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, വഫഖരി ഇലൈക വഗിനാക അന്നി, നിന്നിലേക്കുള്ള ഞാനൊരു ആവശ്യക്കാരനാണ്, നീയാണെങ്കിലോ എന്നേക്കാൾ ഐശ്വര്യവാനുമാണ്. ഇല്ലാ മാ ഗഫർതലി വറഹംതനി, നീ എനിക്ക് പുറത്തു തരികയും അതുപോലെ കാരുണ്യം ചൊരിയുകയും അല്ലാതെ വേറൊരു അവസ്ഥ എനിക്കില്ല, വേറൊരു അവസരവും എനിക്കില്ല, അതുകൊണ്ട് നീ പുറത്തു തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് ആ വ്യക്തി പ്രാർത്ഥിച്ചു, ഇലാഹി അൻത ഉൻസുൽ മുഅ്നിസീന ലി ഔലിയാഇക, നിന്റെ ഔലിയാക്കൾക്ക് ഏറ്റവും അടുത്ത ബന്ധമായിട്ടുള്ള ആളാണ് നീ. വഖറബുഹും ബിൽ കിഫായത്തി ഇലാ മൻ തവക്കല അലൈഹി, നിന്റെ മേലെ ഭരമേൽപ്പിച്ചവന് മതിയായവനായിട്ടുള്ളവനാണ് നീ. തുശാഹിദുഹും ഫീ സറായിരിഹിം വതത്തലി അലാ വമാഇരിഹിം, അവരെ രഹസ്യങ്ങളിൽ സാക്ഷിയായിട്ടുള്ളവനാണ് നീ, അവരുടെ ഉള്ളിൽ ഒളിപ്പിച്ചു വെച്ച കാര്യങ്ങളെ അത് നീ നോക്കിക്കാണുന്നവനാണ് നീ. അല്ലാഹുമ്മ വസിദ്ദി ലക മക്ശൂഫുൻ, അല്ലാഹു എന്റെ രഹസ്യം അത് നിനക്ക് വെളിവായതാണ്, നിന്റെ അടുക്കൽ അത് പരസ്യമാണ്. വഅന ഇലൈക മൽഹൂഫുൻ, ഞാൻ നിന്നിലേക്ക് എല്ലാ ഞെരുക്കങ്ങളും ബോധിപ്പിക്കുന്നവനാണ്. ഫഇദാ ഔഹശത്നി ദുനൂബ് ആനസനി ദിക്റുക, ഞാൻ എന്റെ തിന്മകൾ ചെയ്ത് ഞാൻ ഏകാന്തത ഒറ്റപ്പെടൽ അനുഭവിക്കുമ്പോൾ നീയുമായിട്ടൊരു അടുത്ത ബന്ധം എനിക്ക് നൽകുന്നത് നിന്നെക്കുറിച്ചുള്ള ദിക്റാണ്. വഇദാ അസമ്മത് അലയ്യൽ ഹുമൂം ലജഅതു ഇലൈക, എനിക്ക് ഞെരുക്കങ്ങളെ കൊണ്ട് ഞാൻ മൂടിപ്പോയാൽ നിന്നിലേക്കാണ് ഞാൻ മടങ്ങി വരുന്നത്. ഇൽമൻ മിന്നി ബിഅന്ന അസിമ്മതഹാ ബിയദൈക, കാരണം അതിന്റെ എല്ലാം പൂർണ്ണമായ നിയന്ത്രണം നിന്റെ കയ്യിലാണെന്ന് എനിക്കറിയാം. വമസ്ദറുഹാ അൻ ഖവാഇക വഖദ്രിക, അതിന്റെ എല്ലാം മസ്ദർ നിന്റെ വിധിയാണെന്നും എനിക്കറിയാം എന്ന് ആ വ്യക്തി പറയുകയാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല
നമുക്ക് നമ്മുടെ മേലെയുള്ള അധികാരവും നമ്മൾ അള്ളാഹുവിലേക്ക് എത്രത്തോളം ആവശ്യക്കാരാണെന്നുള്ളതും ഏറ്റവും നല്ല വാക്കുകളിലൂടെ ഈ വ്യക്തി പറയുകയാണ്. അതുപോലെ തന്നെ വലിബഅദിഹിം മറ്റു ചിലരുടെ പ്രാർത്ഥനകളിൽ വന്നു, അല്ലാഹുമ്മ ഇന്ന ഇസ്തിഗ്ഫാരി ലക മഅ ഇസ്റാരി ലലുഅ്മുൻ. ഞാൻ തിന്മയിൽ മുഴുകുന്നവനായിക്കൊണ്ട് ഇസ്തിഗ്ഫാറുകൾ നടത്തുക എന്നുള്ളത് ശരിക്കും ആക്ഷേപാർഹമായിട്ടുള്ള കാര്യമാണ്. തെറ്റ് ചെയ്യുന്നുണ്ട്, ഇസ്തിഗ്ഫാർ നടത്തുന്നുണ്ട്, അത് ശരിക്ക് ഒരു ആക്ഷേപാർഹമായിട്ടുള്ള കാര്യമാണ്. വഇൻ തറകിൽ ഇസ്തിഗ്ഫാർ മഅ സഅതി റഹ്മതിക ലഅജ്സുൻ. എന്നാൽ നിന്റെ റഹ്മത്ത് ഇത്ര വിശാലമായിരിക്കെ ഇസ്തിഗ്ഫാർ ഒഴിവാക്കുക എന്നുള്ളത് അത് ദുർബലമായിട്ടുള്ള ഒരു കാര്യമാണ്, അത് ന്യൂനതയാണ്. ഞാനത് ഒഴിവാക്കില്ല, ഇസ്തിഗ്ഫാർ ചെയ്യും. കം തതഹബ്ബബു ഇലയ്യ ബിന്നഈമി വഅൻത ഗനിയ്യുൻ അന്നി. നിനക്ക് എന്നെ ഒരു ആവശ്യമില്ല, എന്നിട്ടും നീ ധാരാളം നിഅമത്തുകൾ എനിക്ക് നൽകിയിട്ടുണ്ട്. വകം അതബഗ്ഗദു ഇലൈക ബിൽ മആസി വഅന ഇലൈക ഫഖീർ. എന്നാൽ ഞാൻ പൂർണ്ണമായി നിനക്ക് ആവശ്യക്കാരനാണ്, എന്നിട്ടും ഞാൻ നിന്നെ ഒരുപാട് ധിക്കരിച്ചിട്ടുണ്ട്. ഇലാഹി, എന്റെ ഇലാഹേ, അതറാക തുഅദ്ദിബുനാ ബിന്നാരി വഖദ് അസ്കൻത തൗഹീദക ഫീ ഖുലൂബിനാ. ഞങ്ങളുടെ കൽബിൽ നിന്റെ തൗഹീദ്, നീ ഏകനാണ് എന്നുള്ളത് ഉറപ്പിച്ചിട്ടും നീ ഞങ്ങളെ ശിക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടാകുമോ? വമാ ഉറാക തഫ്അലു. നീ അങ്ങനെ ചെയ്യുന്നവനാകും ഞാൻ വിചാരിക്കുന്നില്ല. അഥവാ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു സ്നേഹം തന്നെ പറയാം. വലഇൻ ഫഅൽത, നീ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഫലമഅ ഖൗമിൻ ഖാല മൻ ആദൈനാഹും ഫീക. ഞങ്ങൾ ആരോടൊപ്പമാവും പിന്നെ പരലോകത്ത്? ഈ ദുനിയാവിൽ നിനക്ക് വേണ്ടി ആരോടാണോ ഞങ്ങൾ ശത്രുത കാണിച്ചത്, അഥവാ ശിർക്കിന്റെ ആളുകളാണോ, അവരോടൊപ്പമായിരിക്കും പിന്നെ ഞങ്ങൾ നാളെ നരകത്തിലും ഉണ്ടാവുക. ഇതിൽ തൗഹീദിന്റെ മഹത്വം അറിയിക്കുന്നുണ്ട്. ആ തൗഹീദിന്റെ ആളായിട്ട് പിന്നെന്താവൂല, ഖുലൂദായിക്കൊണ്ട് നരകത്തിലാകുന്ന അവസ്ഥ മുശ്രിക്കീങ്ങളെ പോലെ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ മുശ്രിക്കീങ്ങളോട് ഞങ്ങൾ കാണിച്ച ഈ ബറാഅത്ത്, ആരോടാണോ ഈ അകൽച്ച കാണിച്ചത് അവരോടൊപ്പം തന്നെയായിരിക്കും നാളെ പരലോകത്ത് എന്ന് പറയുകയാണ്. അപ്പോ ഈ ദുആകളിലെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ പറയാൻ വേണ്ടി ഉപയോഗിച്ച മുൻഗാമികളുടെ ചില ദുആകളാണ് വന്നിട്ടുള്ളത്. എന്നിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, ഇതിന്റെ ഇടയിൽ ഒരു ബാബുണ്ട്, പക്ഷെ അതിൽ കൊടുത്തതെല്ലാം വഈഫായിട്ടുള്ള റിവായത്തുകളാണ്, അതുകൊണ്ട് വായിക്കുന്നില്ല. വഇദാ അറദ്ത അംറൻ ഫസ്തഖിർ ഫീഹി അല്ലാഹ് തആല. എന്തെങ്കിലും ഒരു കാര്യത്തിൽ നീ തീരുമാനമെടുക്കുകയാണെങ്കിൽ ആ വിഷയത്തിൽ അള്ളാഹുവിനോട് നീ ഇസ്തിഖാറത്ത് നടത്തുക. വസല്ലി റക്അതൈൻ മിൻ ഗൈരിൽ ഫരീള. നിർബന്ധമല്ലാത്ത ഏതെങ്കിലും ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുമ്മ ഖുൽ, എന്നിട്ട് നീ പറയുക, അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക്. ഇസ്തിഖാറത്തിന്റെ ദുആ ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ളതാണ്. അല്ലാഹുമ്മ ഇന്നി അസ്തഖീറുക ബിഇൽമിക്. അല്ലാഹ്, നിന്റെ അറിവിന്റെ അടിസ്ഥാനത്തിൽ നിന്നോട് ഞാൻ ഖൈറായതിനെ തെരഞ്ഞെടുത്തു തരാൻ വേണ്ടി ചോദിക്കുകയാണ്. വസ്തഖ്ദിറുക ബിഖുദ്റതിക്. നിന്റെ കഴിവിനെ മുൻനിർത്തിക്കൊണ്ട് ഞാൻ അതിനുള്ള കഴിവിനെ ചോദിക്കുകയാണ്. വസ്അലുക മിൻ ഫദ്ലികൽ അസീം. നിന്റെ മഹത്തായ ഔദാര്യത്തിൽ നിന്ന് ചോദിക്കുകയാണ്. ഫഇന്നക തഖ്ദിറു വലാ അഖ്ദിർ. നീ കഴിവുള്ളവനാണ്, ഞാൻ കഴിവില്ലാത്തവനാണ്. വതഅലമു വലാ അഅലം. നീ അറിവുള്ളവനാണ്, ഞാൻ അറിവില്ലാത്തവനാണ്. വഅൻത അല്ലാമുൽ ഗുയൂബ്. നീ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ്. അല്ലാഹുമ്മ ഇൻ കുൻത തഅലം അന്ന ഹാദൽ അംറ. അല്ലാഹുവേ, നീ അറിയുകയാണ് ഇന്ന കാര്യം. ഏതൊരു വിഷയത്തിലാണോ ഇസ്തിഖാറ നിസ്കരിക്കുന്നത് ആ കാര്യം അവിടെ സൂചിപ്പിക്കുക എന്ന് കാണാം. അൽ അംറ ഖൈറുൻ ലീ ഫി ദീനി വമആശി വആഖിബതി അംരി. ഈ കാര്യം എന്റെ ദീനിൽ, അതുപോലെ എന്റെ ജീവിതത്തിൽ, ഇതിന്റെ പര്യവസാനത്തിൽ, അതല്ലെങ്കിൽ ദുനിയാവിലും പരലോകത്തിലും. ഫഖ്ദുർഹു ലീ വയസ്സിർഹു ലീ സുമ്മ ബാരിഖ് ലീ ഫീഹി. അതെനിക്ക് വിധിക്കുകയും അതിലേക്ക് എളുപ്പമാക്കുകയും അതിൽ ബറക്കത്ത് ചൊരിയുകയും ചെയ്യണം. വഇൻ കുൻത തഅലമു. നീ അറിയുകയാണ് അന്ന ഹാദൽ അംറ ശർറുൻ ലീ ഫീ ദീനി വമആശി വആഖിബതി അംരി. ഈ കാര്യം എനിക്ക് ദീനിലും എന്റെ ജീവിതത്തിലും ഇതിന്റെ പര്യാവസാനത്തിലും ദോഷമാണുള്ളത് എങ്കിൽ ഫസ്രിഫു അന്നി വസ്രിഫ്നി അൻ. അതിനെ എന്നിൽ നിന്ന് തെറ്റിക്കണം, എന്നെ അതിൽ നിന്നും തെറ്റിക്കണം. വഖ്ദുർ ലീ ഖൈറു ഹൈസു കാന വഖ്ദുർ ലീ അൽ ഖൈറ ഹൈസു കാന സുമ്മ റദ്ദിനി ബിഹി. എവിടെയാണോ ഖൈറുള്ളത് അത് എന്റെ മേലെ വിധിക്കുകയും അതെനിക്ക് തൃപ്തിപ്പെട്ടതാക്കുകയും ചെയ്യണമേ എന്നുള്ളത്. ഇസ്തിഖാറത്തിന്റെ ദുആ സുന്നത്തിൽ സ്ഥിരപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ്. അഥവാ ഏതെങ്കിലും ഒരു കാര്യം നമ്മൾ തീരുമാനിക്കുകയാണ്, അത് അള്ളാഹുവിനോട് ഖൈറിനെ തേടുകയാണ്, ആ ഒരു സന്ദർഭത്തിൽ 2 റക്അത്ത് നിസ്കരിച്ചുകൊണ്ട് ഈ ദുആ ചൊല്ലിക്കൊണ്ട് അള്ളാഹുവിനോട് പറയുക. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈറായത് നമ്മുടെ മേലെ തെരഞ്ഞെടുക്കുന്നതാണ്. അടുത്തതായിട്ട് വീണ്ടും ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, വൽയകുൻ ഹമ്മക ഫീ ഹാദിഹി ദുനിയ അത്തഖറബു ഇലാ റബ്ബിക്കൽ കരീം. ഈ ദുനിയാവിൽ നിന്റെ പ്രധാനപ്പെട്ട ചിന്തയാകേണ്ടത്
അള്ളാഹുവിലേക്ക് സാമീപ്യം തേടുക, അള്ളാഹുവിലേക്ക് അടുക്കുക എന്നതായിരിക്കണം. വതലബു ഫദ്ലിഹിൽ അളീം, അള്ളാഹുവിന്റെ മഹത്തായ ഔദാര്യത്തെ ചോദിക്കുക എന്നതായിരിക്കണം. വൽഇജ്തിഹാദു ഫിദ്ദുഖൂലി ഫി ഔലിയാഇഹി അല്ലദീന യുഹിബ്ബുഹും വയുഹിബ്ബൂനഹു, നീ കഠിനമായി പരിശ്രമിക്കേണ്ടത് അവന്റെ ഔലിയാക്കളിൽ ഉൾപ്പെടാനാണ്. അവരുടെ വിശേഷണം എന്താണ്? അള്ളാഹു അവരെ ഇഷ്ടപ്പെടും, അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടും. വയർദാ അൻഹും വയർദൂന അൻഹു, അവരെ തൊട്ട് അള്ളാഹു തൃപ്തിപ്പെടും, അവർ അള്ളാഹുവിനെയും തൃപ്തിപ്പെടും. അങ്ങനെയുള്ള ആളുകളിൽ ഉൾക്കൊള്ളാൻ നീ ശ്രമിക്കണം. അഥവാ അള്ളാഹുവിലേക്ക് അടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ജീവിതത്തിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനുവേണ്ടി നമ്മൾ എങ്ങനെയാണോ പരിശ്രമിക്കാൻ പറ്റുക, ഇൽമു കൊണ്ടും അമല് കൊണ്ടും എല്ലാം, അതായിരിക്കണം നമ്മുടെ ലക്ഷ്യമായി വെക്കേണ്ടത്. എന്നിട്ട് പറയാണ് അല്ലദീന ഇഖ്താറഹും ലിനഫ്സി, അള്ളാഹുവിന്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അള്ളാഹു അവന്റെ സ്വന്തത്തിന് വേണ്ടി തെരഞ്ഞെടുത്ത ആളുകളാണ്. വഅക്രമഹും ബിവലായതിഹി, അള്ളാഹു അവന്റെ പ്രത്യേക സംരക്ഷണം നൽകിക്കൊണ്ട് ആദരിച്ചവനാണ്. വഔഖഫഹും അലാ ബാബിഹി, അള്ളാഹുവിന്റെ കദവിന് മുമ്പിൽ നിർത്തിയവരാണ്, അഥവാ എപ്പോഴും അള്ളാഹുവിലേക്കുമായി ബന്ധം നിലനിർത്തിയവരാണ്. വശഗലഹും ബിഹി, അള്ളാഹുവിന്റെ ചിന്തകൾ കൊണ്ടും അള്ളാഹുവിന്റെ ദിക്റുകൾ കൊണ്ടും അള്ളാഹുവിന്റെ കലാം പാരായണം ചെയ്തുകൊണ്ടും അള്ളാഹുവിന്റെ ദീന് പഠിച്ചും പഠിപ്പിച്ചും അതുപോലുള്ള കാര്യങ്ങളിൽ തിരക്കിലാക്കിയവനാണ്. വഅല്ലഖ ഖുലൂബഹും ബിമഹബ്ബതിഹി, അവരുടെ ഖൽബിൽ അള്ളാഹുവിനോടുള്ള ഇഷ്ടം കൊണ്ട് അത് ബന്ധിപ്പിച്ചവനാണ്. വശഗല അൽസിനതഹും ബിദിക്രി, അവരുടെ നാവിനെ അള്ളാഹുവിന്റെ ദിക്ർ കൊണ്ട് അള്ളാഹു എന്താക്കിയിട്ടുണ്ട്? തിരക്കിലാക്കിയിട്ടുണ്ട്. വജവാരിഹും ബിതാഅതിഹി, അവരുടെ അവയവങ്ങൾ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ട് ലാ യൽതഫിതൂന ഇലാ മാ സിവാ, അള്ളാഹു അല്ലാതെ മറ്റൊന്നിലേക്കും അവർ തിരിയില്ല. മിൻ ദുനിയ വലാ ഗൈരിഹാ, ദുനിയാവിലാവട്ടെ വേറെന്ത് കാര്യമാവട്ടെ അള്ളാഹു അല്ലാത്ത ഒന്നിലേക്കും അവർ തിരിയുകയില്ല. അതായത് അള്ളാഹുവിന്റെ ഔലിയാക്കൾ അഥവാ ഈമാനും തഖ്വയുമുള്ള ആളുകൾ, അള്ളാഹുവിനെ അതിയായി സ്നേഹിക്കുന്നവർ, അള്ളാഹുവിന്റെ തൃപ്തി നേടാൻ പരിശ്രമിക്കുന്നവർ, അള്ളാഹുവിന്റെ ദിക്റിൽ മുഴുകുന്നവർ, ഇതെല്ലാം അള്ളാഹു നൽകുന്ന തൗഫീഖാണ്. അത് ഫർദും നഫ്ലുമായ കർമ്മങ്ങൾ ചെയ്യുമ്പോഴാണ് അള്ളാഹുവിന്റെ വലായത്ത് ഒരാൾക്ക് ലഭിക്കുക. അതായിരിക്കണം നിന്റെ ലക്ഷ്യം എന്ന് പറയാണ്. എന്നിട്ട് പറയാണ് روينا عن معاذ بن جبل رضي الله عنه, معاذ بن جبل رضي الله عنه തൊട്ട് നമുക്ക് ഉദ്ധരിക്കപ്പെട്ട ഒരു സംഭവം, ശ്രേഷ്ഠനായിട്ടുള്ള സഹാബിയാണ് മുആദ് ബിൻ ജബൽ. അന്നഹു ഹീന ഹദറഹു അൽമൗത്ത്, അദ്ദേഹത്തിന്റെ മരണ സന്ദർഭം, മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ മരണ സന്ദർഭം. ജഅല യഗ്ശാ അലൈഹി, അദ്ദേഹം പിന്നെ എന്താകും, ബോധം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാവും മരണസമയത്ത്. സുമ്മ യുഫീഖ്, പിന്നെ വീണ്ടും ബോധം തിരിച്ചു കിട്ടും. ഫയഖൂൽ, എന്നിട്ട് പറയും ഇഹ്നഖനി ഹൻഖഖ്, നിന്റെ ശിക്ഷയെ തൊട്ടുള്ള ഭയം എന്നെ ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും ഫവഇസ്സതിക വജലാലിക ഇന്നക ലതഅലമു അന്ന ഖൽബി യുഹിബ്ബുക. അങ്ങനെ ബോധം വരുമ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞുകൊണ്ടിരുന്നു, അല്ലാഹ് നിന്റെ ഇസ്സത്തും ജലാലും കൊണ്ട് പറയാണ്, നിനക്കറിയാലോ എന്റെ ഖൽബ് നിന്നെ സ്നേഹിക്കുന്നുണ്ട്, എന്റെ ഖൽബ് നിന്നോടുള്ള ഇഷ്ടം കൊണ്ട് നിറഞ്ഞതാണ്. സുമ്മ ഖാല, അങ്ങനെ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു ചുറ്റുള്ള ആളുകളോട് പറഞ്ഞു, ഉൻദുറു ഹൽ അസ്ബഹന, രാത്രിയാണ് ഈ സംസാരം ഉണ്ടാവുന്നത്. പറഞ്ഞു നിങ്ങൾ നോക്കി നോക്കി, രാവിലെ ആയോ നോക്കി നോക്കി. ഫൗതിയ ഫീ ബഅദി ദാലിക ഫഖീല ലഹു നഅം, അന ചിലർ നോക്കിയിട്ട് പറഞ്ഞത് പ്രഭാതമായി തുടങ്ങിയെന്ന് പറഞ്ഞു. ഫഖാല, അപ്പോ മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ലൈലത്തിൻ സബാഹുഹാ ഇലന്നാർ, അല്ലാഹു ഞാൻ നിന്നോട് രക്ഷ തേടുന്നു, ഒരു രാത്രി അതിന്റെ പ്രഭാതം നരകത്തിലായിക്കൊണ്ടാകുന്ന അവസ്ഥയെ തൊട്ട് ഞാൻ രക്ഷ തേടുന്നു, അഥവാ മരണത്തിലോട് അടുക്കുകയാണ്, അപ്പോ ശിക്ഷയിൽ നിന്ന് രക്ഷ തേടുന്നു. സുമ്മഖാല, എന്നിട്ട് പറഞ്ഞു മർഹബൻ ബിൽ മൗത്ത്, മരണത്തിന് സ്വാഗതം. ജാഇറുൻ മുഹിബ്ബുൻ, ഒരു അവധിയെടുത്ത് പോയിട്ടുള്ള ഒരു സന്ദർശകനാണ് മരണം, നമ്മളിലേക്ക് മടങ്ങി വരുന്ന ഒരു സന്ദർശകനാണ് മരണം. ഹബീബുൻ ജാഅ അലാ ഫാഖത്തിൻ, ഒന്നുമില്ലാത്ത അവസ്ഥയിൽ വരുന്ന ഏറ്റവും പ്രിയപ്പെട്ടവനാണ് മരണം. അല്ലാഹുമ്മ ഇന്നക തഅലം അന്നീ ലം അകുൻ ഉഹിബ്ബുൽ ബുഖാഅ ഫിദ് ദുനിയ, അല്ലാഹ് നിനക്കറിയാം ഞാൻ ഈ ദുനിയാവിൽ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ലിഗറസിൽ അഷ്ജാർ, മരങ്ങൾ വെച്ച് പിടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല, വലാ ലികരിൽ അൻഹാർ, ഇവിടെ അരുവികൾ ഒഴുക്കണം എന്ന ഉദ്ദേശത്തിലുമല്ല, വലാകിൻ, പക്ഷെ ഞാൻ ദുനിയാവിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതെന്തിനാണ്? ലിവം ഇൽ ഹവാജിർ, ചൂടുള്ള ദിവസത്തിൽ ഞാൻ അനുഭവിക്കുന്ന ദാഹം, അഥവാ പകലിൽ നോമ്പ് നോൽക്കുന്നതിന് വേണ്ടി. തണുപ്പുള്ള ശൈത്യമുള്ള രാത്രികളിൽ ആ തണുപ്പിൽ ഉറക്കവുമെല്ലാം ആസ്വദിക്കുന്നതിൽ എഴുന്നേറ്റ്
നിനക്ക് വേണ്ടി നിന്ന് നിസ്കരിക്കുന്നത്. അതിനുവേണ്ടി ഞാൻ ഈ ദുനിയാവിലെ ജീവിതം ദുനിയാവിൽ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മുസാഹമത്തിൽ ഉലമാക്കളുമായിട്ട് ഇടപഴകാൻ, പണ്ഡിതന്മാരുമായിട്ട് ഇടപഴകാൻ, ഇൽമുമായി ബന്ധപ്പെടാൻ, ദിക്റിന്റെ ഹൽക്കകളിൽ പങ്കെടുക്കാൻ, അങ്ങനെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഞാൻ ദുനിയാവിൽ ബാക്കിയാവാൻ ആഗ്രഹിക്കുന്നുള്ളൂ എന്ന് അസ്ഹാബി എന്ന സമയത്ത് പറയാം. അങ്ങനെയാണ് അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവർക്ക് ഏറ്റവും വലുത് അള്ളാഹുവും അള്ളാഹുവിനുള്ള ഇബാദത്തുകളുമായിരുന്നു. അപ്പോ ഇത് പറഞ്ഞു കേട്ടപ്പോ ഹാരിസ് ഇബ്നു ഉമൈറ, അവിടെ ഉണ്ടായിരുന്ന താബിഈയായിട്ടുള്ള ഒരു പണ്ഡിതൻ, അദ്ദേഹം കരയാൻ തുടങ്ങി. ഫഖാല ലഹു മാ യുബ്കിക. അപ്പോ മുആദ് ഇബ്നു ജബൽ ഈ വ്യക്തിയോട് ചോദിച്ചു, എന്തിനാ ഈ കരയുന്നത്, എന്താണ് എന്നെ കരയിപ്പിച്ചത്? ഖാല, അപ്പൊ അദ്ദേഹം പറഞ്ഞു, വല്ലാഹി മാ അബ്കി ലിഖുറാബത്തിൻ ബൈനി വബൈനിക്, ഞാനും നിങ്ങളും തമ്മിലുള്ള ബന്ധത്തിന്റെ പേരിലല്ല ഞാൻ ഈ കരയുന്നത്. വലാ ലിദുനിയ കുൻതു ഉസീബുഹാ മിൻക, നിങ്ങളിൽ നിന്ന് എനിക്ക് കിട്ടിയിരുന്ന ദുനിയവിയായ നേട്ടത്തിന്റെ മേലുമല്ല ഞാൻ കരയുന്നത്. വലാകിൻ കുൻതു ഉസീബു മിൻക ഇൽമൻ, പക്ഷെ നിങ്ങളിൽ നിന്ന് എനിക്ക് ഇൽമു ലഭിച്ചിരുന്നു. ഫഖാഫു അൻ യൻഖതിഅ, അത് നിന്നു പോകുമല്ലോ, നിങ്ങൾ മരണപ്പെട്ടു പോകുമ്പോ അത് നിന്നു പോകുമല്ലോ എന്നാണ് പേടി എന്ന് താബിയായിട്ടുള്ള മുആദ് ഇബ്നു ജബലിന്റെ ശിഷ്യൻ പറയാൻ. ഖാല, അപ്പോ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഫലാ തബ്കി, നീ കരയണ്ട. ഫഇന്നഹു മൻ യുരിദുൽ ഇൽമ അതാഹു കമാ ഉതിയ ഇബ്രാഹിം ഖലീലുർ റഹ്മാൻ, ആരാണോ ഇൽമ് ഇഖ്ലാസോട് കൂടി തേടുന്നത്, അന്വേഷിക്കുന്നത്, അവന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഇൽമ് നൽകിയതുപോലെ അവന് ഇൽമ് അല്ലാഹു നൽകും. വലൈസ സുമ്മ യൗമഇദിൻ ഇൽമുൻ വലാ ഈമാനുൻ, ഇന്നേക്ക് ശേഷം ഇൽമും ഈമാനും ഉണ്ടാവില്ല എന്നുള്ള അവസ്ഥയൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അഥവാ ഇൽമ് അള്ളാഹു ഉദ്ദേശിക്കുന്ന തൗഫീഖിലൂടെ അത് ലഭിക്കും, ഇത് ഞാൻ മരിച്ചതുകൊണ്ട് നിന്നു പോകുന്നില്ല എന്ന് മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു പറഞ്ഞു. ധാരാളം സലഫുകളുടെ ഈ കിതാബുകൾ, ഇബ്നു ജൗസി റഹിമഹുള്ളയുടെ ഒരു കിതാബുണ്ട്, കിതാബുൽ മുഹ്ദരീൻ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മരണപ്പെടുന്ന സമയത്ത് സ്വാലിഹ്യങ്ങളായിട്ടുള്ള സ്വഹാബികളും സലഫുകളും പറഞ്ഞ വാക്കുകൾ. അവർ അധിക പേരും പറഞ്ഞിരുന്ന ഒരു കാര്യമാണ്, പകലിലെ നോമ്പും രാത്രിയിലെ നിസ്കാരവും അതില്ലായിരുന്നുവെങ്കിൽ പിന്നെ ഞാൻ എന്നേ മരണം ആഗ്രഹിക്കുമായിരുന്നു എന്ന നിലയ്ക്കെല്ലാം വാക്കുകൾ. അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ അടയാളമാണ് പകലിൽ നോമ്പ് തോൽക്കലും രാത്രിയിൽ നിസ്കാരവും അള്ളാഹുവിന്റെ ഇബാദത്തിൽ മുഴുകുക എന്നുള്ളത്. എന്നിട്ട് വീണ്ടും ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാം, വഅലം റഹിമക്കല്ലാഹ്, നീ മനസ്സിലാക്കണം, അള്ളാഹു നിനക്ക് കാരുണ്യം ചൊരിയട്ടെ, أن هذه الدنيا سوق متجر الأبرار, പുണ്യം ചെയ്യുന്നവരുടെ കച്ചവട സ്ഥലമായിട്ടുള്ള സ്ഥലമാണ് ദുനിയാവ്. വഹലബത്തു സബ്ബാഖ് ബൈനൽ കിറാമിൽ അഖിയാർ, മുൻകടന്ന ആളുകൾ അവർ വിളവ് നടത്തുന്ന, വമുസ്ദരിഉ തഖ്വാ ലിയൗമിൽ ഖറാർ, നാളെ പരലോകത്തേക്ക് തഖ്വയെ കൃഷി ചെയ്യുന്ന ഇടമാണ്. വമഹല്ലു തഹ്സീലി الزاد للسفر الذي ليس كالاسفار, മറ്റുള്ള യാത്രകളെ പോലെ അല്ലാത്ത ഒരു യാത്രക്ക് വേണ്ടി വിഭവം ഒരുക്കേണ്ട സ്ഥലമാണ് ഈ ദുനിയാവ്. ഫബാദിർ റഹിമകല്ലാഹ് ഖബ്ല ഫവാതി ഇംകാനിൽ ബിദാർ, നിനക്ക് മുന്നേറാൻ കഴിയുന്ന ഈ ഒരു അവസ്ഥ അത് നിൽക്കുന്നതിന് മുൻപ് നീ നന്മയിൽ മുന്നേറുക. അതായത് നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനും ഇൽമു നേടാനും അതുപോലെയുള്ള കാര്യങ്ങൾക്ക് മുന്നേറാൻ ഇപ്പോൾ സാധിക്കുന്നത് പോലെ കുറച്ചു കഴിഞ്ഞാൽ പറ്റിക്കോളണമെന്നില്ല. രോഗം വരാം, അല്ലെങ്കിൽ മറ്റു തിരക്കുകൾ വരാം, അല്ലെങ്കിൽ ദാരിദ്ര്യം വരാം, അതിന് മരണം സംഭവിക്കാം, എല്ലാം ഉണ്ടാകാം. അത് എത്തുന്നതിന് മുമ്പ് നന്മയിൽ മുന്നേറുക. വഗ്തനിം അൻഫാസകൽ അദീമതൽ മിഖ്ദാർ, നിനക്ക് നിർണയിച്ചിട്ടുള്ള നിന്റെ ശ്വാസോച്ഛ്വാസം എത്രയാണോ നിന്റെ ആ ആയുസ്സുള്ളത് അത് നീ ഉപയോഗപ്പെടുത്തുക. വദ്രി മിൻ ദുമൂഇക അലാ മാ സലഫ മിൻ തഫ്രീഖിക്, നിനക്ക് സംഭവിച്ചിട്ടുള്ള അലംഭാവം അതിനെക്കുറിച്ച് ഓർത്ത് നിന്റെ കണ്ണീരൊഴുക്കുക, നീ കരയുക. ഫഇന്നൽ ഖസ്റത മിന ദുമൂ' മിൻ ഖശിയത്തില്ലാഹ്, അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് കരയുന്ന ഒരു കണ്ണുനീർ തുള്ളി തുത്ഫിഉൽ ബുഹൂറ മിനൻ നാർ, നരകത്തിന്റെ കടലുകളെ കെടുത്തിക്കളയും. ഹദീസുകൾ വന്നിട്ടുള്ള ഒരു ആശയമാണത്. അള്ളാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണുകൾ നരകം സ്പർശിക്കുകയില്ല, അല്ലെങ്കിൽ ആ കണ്ണുനീർ തുള്ളിയെ പറ്റി പറഞ്ഞിട്ടുണ്ട്. സഹോദരങ്ങൾ ശരിക്കും ആലോചിക്കണം, നമ്മുടെ തിന്മകളെയും അല്ലെങ്കിൽ നമ്മുടെ കുറവുകളെയും കുറിച്ച് ആലോചിച്ച്, അല്ലെങ്കിൽ അള്ളാഹുവിനെ ഭയപ്പെട്ട് അള്ളാഹുവിന്റെ മഹത്വം ആലോചിച്ച് നമുക്ക് കരയാൻ സാധിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ എത്രയായി നമ്മുടെ ഒറ്റയ്ക്ക് നമ്മൾ കരഞ്ഞിട്ട് എത്ര കാലമായി? എന്നിട്ട് പറയാണ്, ജബ്ബാറായ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറങ്ങുന്ന സുഹൂറിന്റെ സമയത്ത്, അഥവാ ഫജ്റിന് മുമ്പുള്ള രാത്രിയുടെ അവസാന സമയത്ത് നീ എഴുന്നേൽക്കുക. വഹ്ബിർ ബിഖൽബിക, നിന്റെ ഖൽബ് പൂർണ്ണമായ ശ്രദ്ധയോടുകൂടിയാവുക. ബിഖൽബിക ഖൗലിൽ അസീസിൽ ഗഫാർ, നീ പൂർണ്ണമായി ശ്രദ്ധിക്കേണ്ടത്
അസീസും ഗഫാറുമായിട്ടുള്ള അള്ളാഹുവിന്റെ ഈ വാക്കിലേക്കാണ്. എന്താണത്? ഹദീസിൽ വന്നതുപോലെ ഹൽ മിൻ സായിലിൻ ഫഉതിയ, ആരാണ് എന്നോട് ചോദിക്കാനുള്ളത്, ഞാൻ അവന് നൽകാം. ഹൽ മിൻ ദാഇൻ ഫഅസ്തജീബ ലഹ്, ആരാണ് എന്നോട് ദുആ ചെയ്യാനുള്ളത്, ഞാൻ അവന് ഉത്തരം ചെയ്യാൻ. ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഗ്ഫിർ ലഹ്, ആരാണ് എന്നോട് ഇസ്തിഗ്ഫാർ തേടാനുള്ളത്, ഞാൻ ഒരു പുറത്തു കൊടുക്കാം. അതായത് ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒന്നാം ആകാശത്തിലേക്ക് ഇറങ്ങിക്കൊണ്ട് ചോദിക്കുന്ന ചോദ്യമാണ്. അപ്പൊ ആ ചോദ്യം ചോദിക്കുന്നതിന് നിന്റെ ഖൽബിനെ നീ ശ്രദ്ധ കേന്ദ്രീകരിച്ച് ഉണ്ടായിരിക്കുക. എന്നിട്ട് പറയാണ് ഖുൽ, എന്നിട്ട് ആ സമയത്ത് നീ പറയുക നഅം യാ റബ്ബ്, റബ്ബേ ഞാനുണ്ട്, അനസ്സായിലുൽ മുഹ്താജ്, ഞാൻ ആവശ്യക്കാരനായിട്ടുള്ള ചോദിക്കുന്നവനാണ്. അനൽ ഫഖീറു ദഈഫ്, ഞാൻ ദുർബലനായ ദരിദ്രനാണ്. അനൽ കസീറു ദലീൽ, ഞാൻ തകർന്നു പോയിട്ടുള്ള നിന്ദ്യനായി പോയവനാണ്. അനദ്ദാഇ അർറാജി, നിന്നിൽ പ്രതീക്ഷ വെച്ച് തേടുന്നവനാണ്. അനൽ മുസ്തഗ്ഫിറുൽ മുദ്നിബ്, തിന്മ ചെയ്തു പോയതിനാൽ ഇസ്തിഗ്ഫാർ തേടുന്നവനാണ്. അനൽ മുഖിറുൽ മുഅ്തരിഫ്, എനിക്ക് ബോധ്യമായിട്ട് എന്റെ തിന്മകളെല്ലാം അംഗീകരിക്കുന്നവനാണ്. യാ സാഹിബ സദഖതി ഹാ അനദാ, അല്ലാഹ് ഞാനിത് അവിടെയുണ്ട്. ഇർഹം ദഅഫി വകബറ സിന്നി, എന്റെ ദുർബലത അതുപോലെ എന്റെ പ്രായാധിക്യം നീ എന്നോട് കാരുണ്യം കാണിക്കണം. ഇർഹം ഫഖരി വഫാഖതി വഹാജതി വമസ്കനതി, എന്റെ ദാരിദ്ര്യവും എന്റെ ആവശ്യങ്ങളും എന്റെ നഷ്ടങ്ങളും അതിനോടെല്ലാം നീ കാരുണ്യം കാണിക്കണം. യാ കസീറൽ ഖൈർ, എല്ലാ നന്മയുമുള്ളവനെ. യാ ദായിമൽ മഅറൂഫ്, എല്ലാ നന്മയും സ്ഥിരമായി ചെയ്യുന്നവനെ. ലാ തുഖയ്യിബ് ഹുസ്ന ദന്നി ബിക്, നിന്നെ കുറിച്ചുള്ള ഹുസ്ന ദന്ന്, നല്ല ചിന്ത എന്നിൽ നീ ഇല്ലാതാക്കരുത്. വലാ തുഹ്രിസ്നി സിഅത മഅറൂഫിക് വലാ തത്റുദ്നി അൻ ബാബിക് വലാ തുഖ്രിജ്നി മിൻ അഹ്ബാബിക്, നിന്റെ കഥകിൽ നിന്ന് എന്നെ ആട്ടിയകറ്റുന്ന, നിന്റെ നന്മയിൽ നിന്ന് എന്നെ ഒഴിവാക്കുന്ന, അല്ലെങ്കിൽ നിനക്കിഷ്ടപ്പെട്ട ആളുകൾ എന്നെ പുറത്താക്കുന്ന അവസ്ഥയിൽ നീ എന്നെ ആക്കരുത്. അസ്അലുക മിൻ ഫദ്ലികൽ അദീം ഫഇന്നക ഖുൽത വഖൗലുകൽ ഹഖ്, നിന്റെ ഔദാര്യത്തിന് ഞാൻ ചോദിക്കുന്നു, നീ ഹഖായ ഖൗല് പറഞ്ഞവനാണ്. വസ്അലുല്ലാഹ മിൻ ഫദ്ലിഹി, അല്ലാഹു സൂറത്ത് നിസായിലെ 32-ാമത്തെ ആയത്തിൽ പറഞ്ഞു, അല്ലാഹുവിന്റെ ഫദ്ലിൽ നിന്ന് നിങ്ങൾ ചോദിച്ചുകൊള്ളുക. ഇലാഹി മാ അമർതനി അസ്അലുക ഇല്ലാ വഅൻത തുരീദു അൻ തുഅതിയനി, നീ എന്നോട് ചോദിക്കാൻ കൽപ്പിച്ചിട്ടില്ല, നീ തരാൻ ഉദ്ദേശിച്ചുകൊണ്ടല്ലാതെ. വലാ ദല്ലൽതനി അലൈക ഇല്ലാ വഅൻത തുരീദു അൻ തഹ്ദിയനി, നീ എനിക്ക് നേർമാർഗ്ഗത്തിലേക്കുള്ള വഴി കാണിച്ചു തന്നിട്ടില്ല, ആ ഹിദായത്ത് നൽകാൻ വേണ്ടിയിട്ടല്ലാതെ. വലാ അമർതനി ബിദുആഇക ഇല്ലാ വഅൻത തുരീദു അൻ തുജീബനി, നീ എനിക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ നീ എന്നോട് ദുആ ചെയ്യാൻ കൽപ്പിച്ചിട്ടില്ല. അസ്അലുക മിൻ ഫദ്ലിക, നിന്റെ ഔദാര്യത്തിൽ ഞാൻ ചോദിക്കുകയാണ്. അൻ തജ്അലനി മിനല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സുദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, നീ നിഅമത്ത് ചൊരിഞ്ഞ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സ്വാലിഹീങ്ങളുടെയും കൂട്ടത്തിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. ഇതെല്ലാം ഈ ആശയങ്ങളെല്ലാം ഹദീസുകളിലും അതുപോലെ തന്നെ സ്വഹാബികളുടെ ഖൗലുകളിലും വന്ന ദുആകളുടെ രീതികളാണ് ഇതിൽ പറയുന്നത്. കാരണം അള്ളാഹു നമുക്ക് ദുആ ചെയ്യാനുള്ള തൗഫീഖ് നൽകുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഉത്തരം അടുത്തിട്ടുണ്ട് എന്നുള്ളതിന്റെ ഒരു അടയാളമായിട്ട് പല സ്വഹാബികളും പറയാറുണ്ട്. ദുആ ചെയ്യാൻ സാധിക്കുന്ന ഒരു തൗഫീഖ് എല്ലാവർക്കും ആവശ്യമുണ്ട് എന്നുള്ളത് കൊണ്ട് ദുആ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. അവനൊരു ആവശ്യമുണ്ട്, പക്ഷെ അവൻ എപ്പോഴും ദുആ ചെയ്യാൻ പറ്റിക്കോളണമെന്നില്ല. ദുആ ചെയ്യുക സാധിക്കുന്നു എന്നുള്ളത് ഉത്തരം ചെയ്യാനായിട്ടുണ്ട് എന്നതിന്റെ അടയാളമായിട്ട് സലഫുകൾ പറയാറുണ്ട്. വൻ തജ്അലനി മിനല്ലദീന തുഹിബ്ബുഹും വയുഹിബ്ബൂനക, നിന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളിൽ നീ എന്നെ ഉൾപ്പെടുത്തണം. അദില്ലത്തിൻ അലൽ മുഅ്മിനീൻ അഇസ്സത്തിൻ അൽ കാഫിരീൻ, മുഅ്മിനീങ്ങളോട് അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കുന്ന, കാഫിറുകളുടെ മേൽ ഇസ്സത്ത് കാണിക്കുന്നവരുടെ കൂട്ടത്തിൽ. വമിനൽ അഇമ്മത്തിൽ ലദീന യഹ്തദൂന ബിഅംരിക്, നിന്റെ കൽപ്പന പ്രകാരം വഴി കാണിക്കുന്ന ആളുകൾ അഥവാ സ്വബറും യഖീനുമുള്ള ആളുകൾ എന്നെ ഉൾപ്പെടുത്തണം. വർസുഖനാ ഫിഅലൽ ഖൈറാത്ത്, നന്മ ചെയ്യാൻ നീ എനിക്ക് തൗഫീഖ് നൽകണം. വഇഖാമുസ് സ്വലാ, നിസ്കാരം നിലനിർത്താൻ. വഇതാഅസ് സക്കാത്ത്, സക്കാത്ത് കൊടുക്കാൻ. വജഅൽനാ മിനൽ ആബിദീന ലക്, നിന്നെ ഇബാദത്ത് ചെയ്യുന്നവരിൽ എന്നെ ഉൾപ്പെടുത്തണം. വമിനൽ ലദീന യുസാരിഊന ഫിൽ ഖൈറാത്ത്, നന്മയിൽ മുന്നേറുന്ന ആളുകളിൽ. വയദ്ഊനക റഗബൻ വറഹബ, ഭയത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും നിന്നോട് ദുആ ചെയ്യുന്ന ആളുകളിൽ. വജഅൽനാ ലക മിനൽ ഖാശിഈൻ, നിനക്ക് ഖുശൂഉള്ള ആളുകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം.
വമിനല്ലദീന യുതീഊനക നിന്നെ അനുസരിക്കുന്നവരിൽ വയുതീഊന റസൂലക നിന്റെ റസൂലിനെ അനുസരിക്കുന്നവരിൽ വയഖ്ശൗനക വയത്തഖൂനക നിന്നെ ഭയപ്പെടുന്നവരിൽ നിന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവരിൽ വജഅൽനാ മിനൽ ഫായിസീൻ ഞങ്ങളെ നീ വിജയിക്കുന്നവരുടെ കൂട്ടത്തിലുമാക്കണമേ. എന്നിട്ട് ഖുർആനിൽ വന്നിട്ടുള്ള ഒന്ന് രണ്ട് ദുആകൾ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് കൊടുക്കുകയാണ്. ഒന്ന് സൂറത്തുൻ നംലിലെ 19ാമത്തെ ആയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ദുആ റബ്ബി ഔസിഅനി അൻ അഷ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ റബ്ബേ എനിക്ക് നീ തൗഫീഖ് നൽകണം, പ്രേരണ നൽകണം നീ നൽകിയ നിഅമത്തുകൾക്ക് നന്ദി കാണിക്കാൻ. വഅലാ വാലിദയ്യ എന്റെ മാതാപിതാക്കൾക്കും വനഅമല സാലിഹൻ തർളാ നീ തൃപ്തിപ്പെടുന്ന കർമ്മങ്ങൾ ചെയ്യാൻ. വദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്സാലിഹീൻ നിന്റെ കാരുണ്യം കൊണ്ട് സാലിഹീങ്ങളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണമേ. മറ്റൊരു ദുആ സൂറത്തുൽ അഹ്ഖാഫിലെ 15ാമത്തെ ആയത്ത് ഇതേ ആശയത്തിൽ വരുന്നത് വസ്ലിഹ് ലീ ഫീ ദുജ്ജിയതി എന്റെ സന്താനങ്ങളെ നീ നന്നാക്കണമേ. ഇന്നി തുബ്തു ഇലൈക വ ഇന്നി മിനൽ മുസ്ലിമീൻ ഞാൻ നിന്നിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങുകയാണ്, ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണ് എന്ന് പറയുന്നു. ഇത് 40 വയസ്സ് കഴിഞ്ഞ ആളുകൾ പ്രത്യേകമായി ദുആ ചെയ്യേണ്ടത് എന്ന് അല്ലാഹു ഖുർആനിൽ പഠിപ്പിച്ചിട്ടുള്ള ദുആഇന്റെ ഭാഗമാണ്. ഇവിടെ പറയുന്നത് ഈ സുഹൂറിന്റെ സമയത്ത് തഹജ്ജുദിന്റെ ആ സമയത്ത് അള്ളാഹുവിനോട് നീ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ ലഫ്ളുകൾ ഈ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക എന്നാണ് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയുന്നത്. ദുആഇന്റെ തുടർച്ചയായിട്ട് പറയാണ് റബ്ബി അൻത അസ്ലഹത്തസ് സാലിഹീൻ റബ്ബേ നീയാണ് സ്വാലിഹീങ്ങളെ നന്നാക്കിയവൻ, അവരെ ആ അവസ്ഥയിൽ എത്തിച്ചവൻ. വഫദ്ദൽത സിദ്ദീഖീൻ സിദ്ദീഖീങ്ങൾക്ക് സത്യസന്ധർക്ക് ആ അവസ്ഥയിൽ ആ ശ്രേഷ്ഠത നൽകിയവൻ. വസബ്ബഖത സാബിഖീൻ മുന്നിട്ടവരെ മുന്നിരിപ്പിച്ചവൻ നീയാണ്. വഹദൈതൽ മുഹ്തദീൻ ഹിദായത്ത് ലഭിച്ചവർക്ക് ഹിദായത്ത് നൽകിയവൻ നീയാണ്. വഖറബ്തൽ മുഖർറബീൻ നിന്നിലേക്ക് അടുത്തവർക്ക് ആ സാമീപ്യ അടുപ്പം നൽകിയത് നീയാണ്. വതഫദ്ദൽത അലൈഹിം നീയാണ് അവർക്ക് ശ്രേഷ്ഠത നൽകിയത്. ثم ثبتهم നീ അവരെ ഉറപ്പിച്ചു നിർത്തി. വമനഹ്തഹും നീ അവർക്ക് ഔദാര്യങ്ങൾ ചൊരിഞ്ഞു. ثم മദഹ്തഹും പിന്നീട് അവരെ മദ്ഹ് ചെയ്യുകയും ചെയ്തു. അതായത് നമുക്ക് എന്തൊരു കാര്യം ദീനിലാവട്ടെ ദുനിയാവിലാവട്ടെ ഒരു ശ്രേഷ്ഠത നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിൽ അത് അള്ളാഹു നൽകുന്ന ഔദാര്യം മാത്രമാണ്. അള്ളാഹു ഇത് ലഭിച്ച ആളുകൾ മദ്ഹ് ചെയ്തിട്ടുണ്ട്, സ്വാലിഹീങ്ങളെയും സിദ്ദീഖീങ്ങളെയൊക്കെ മദ്ഹ് ചെയ്യുന്നുണ്ട്. പക്ഷേ അത് അള്ളാഹുവിന്റെ ഔദാര്യം കൊണ്ട് മാത്രമാണ്. എന്നിട്ട് പറയാം വലൗലാക് അള്ളാഹ് നീ ഇല്ലായിരുന്നെങ്കിൽ മാ വസലു ഇലൈക് നിന്നിലേക്ക് ഞങ്ങൾക്ക് അടുക്കാൻ സാധിക്കില്ല, അഥവാ നിന്റെ ഔദാര്യം ഇല്ലായിരുന്നെങ്കിൽ. വലൗലാ ഇഹ്സാനുക മാ ഫാസു ലദൈക് നിന്റെ ഇഹ്സാൻ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ നിന്നിലേക്ക് വിജയിച്ച് അടുക്കുമായിരുന്നില്ല. അതുപോലെ ധാരാളം വാക്കുകൾ പിന്നെ ദുആ ചെയ്യാൻ വേണ്ടി ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ വീണ്ടും വീണ്ടും പരാമർശിക്കുന്നുണ്ട്. മുഴുവൻ വായിക്കുന്നില്ല. വേറൊരു വാക്ക് ഇലാഹി അമംത ബിദഅവതിക നീ എല്ലാവരെയും പൊതുവായിട്ട് ക്ഷമിച്ചു. വഖസ്സസ്ത മൻ ശിഅത ബിഹിദായതിക എന്നിട്ട് നീ തെരഞ്ഞെടുത്തവർക്ക് ഹിദായത്ത് നൽകി. ഫജഅൽനാ മിൻ ഖാസതിക ഞങ്ങളെ നിന്റെ ആ തെരഞ്ഞെടുത്ത ആളുകളിൽ ഉൾപ്പെടുത്തണമേ. വമുന്ന അലൈനാ ബിത്തൗഫീഖ ലിഇജാബതിക നീ ക്ഷണിച്ചതിലേക്ക് ഉത്തരം ചെയ്യാനുള്ള ആ അനുഗ്രഹം ഞങ്ങൾക്ക് നീ ചൊരിയണമേ. വഅദ്ഖിൽനാ ഫീ അഹ്ലി വലായതിക നിന്റെ ഔലിയാക്കളുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തുകയും ചെയ്യണമേ. അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഈ പറഞ്ഞതെല്ലാം ഇനി ഇതിൽ പറയുന്നതെല്ലാം ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ള ദുആകളുടെയും അതുപോലുള്ള കാര്യങ്ങളുടെയും ആശയങ്ങളാണ്. അത് മുഴുവൻ എന്ത് കാര്യവും ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചോദിക്കേണ്ട കാര്യമായിട്ട് ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് ഓർമ്മിപ്പിക്കുകയാണ്. മറ്റൊരു റിവായത്തിൽ നമുക്ക് കാണാൻ സാധിക്കും അൽ ഹസൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹുമാ അലി റളിയല്ലാഹുവിന്റെ മകനായിട്ടുള്ള ഹസൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയാൻ റഅയ്തു അബി റളിയല്ലാഹു അൻഹു വഖദ് ജുന്ന അലൈഹി അൽ-ലൈലു ബിസവാദ ഒരിക്കൽ രാത്രി ഇരുട്ടിയ സന്ദർഭത്തിൽ എന്റെ ഉപ്പാനെ ഞാൻ കണ്ടു. ഖാബിദൻ അലാ ലിഹിയതിഹി ബിയമീനിഹി തന്റെ വലത് കൈ കൊണ്ട് അലി റളിയല്ലാഹു അൻഹു താടി പിടിച്ചിട്ടുണ്ട്. യബ്കി ബിഅബറതി വയൻദബു ബിസഫറതിഹി വഹു യഖൂൽ തേങ്ങിക്കൊണ്ട് കരഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇലാഹി വസയ്യിദി വഖാലിഖി വറാസിഖി വമുഹിബ്ബി വമുമത്തിനി വബാഇസി വവാരിസി എന്റെ ഇലാഹെ എന്റെ സയ്യിദെ എന്നെ സൃഷ്ടിച്ചവനെ എനിക്ക് ഉപജീവനം നൽകുന്നവനെ ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നവനെ എന്നെ മരിപ്പിക്കുന്നവനെ എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്നവനെ ഞാനിവിടെ അനന്തരമായി വിട്ടേച്ചു പോകുന്ന കാര്യങ്ങൾ അതിനെ ഉടമപ്പെടുത്തിയവനെ എന്നെല്ലാം അള്ളാഹുവിന്റെ നാമങ്ങൾ അതുപോലെ അള്ളാഹുവിന്റെ വിശേഷണങ്ങളെല്ലാം വെച്ച് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറയും മാ അന ഞാൻ എന്താ
വമാ ഖദ്രി എനിക്കെന്ത് കഴിവാണുള്ളത്, വമാ ഖതരി ഇൻദക ഹത്താ തഖ്സുദ ഖസ്ദി ബിഉഖൂബതിക വതൻഹു നഹ്വി ബിസഖതിക തുരീദു അദാബി. എന്റെ ചിന്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കോപത്തിനിരയായിട്ട് നിന്റെ ശിക്ഷ ഏറ്റുവാങ്ങേണ്ട ഒരാളായിട്ട് ഞാൻ മാറുമോ എന്നുള്ളതാണ്. فوعزتك وجلالك ومجدك وإحسانك ما تزيد في ملكك حسناتي. നിന്റെ എല്ലാവിധ പ്രതാപവും മഹത്വവും എല്ലാം മുൻനിർത്തി ഞാൻ പറയാണ്, എന്റെ ഒരു നന്മയും നിന്റെ മുൽക്കിൽ ഒന്നും വർദ്ധിപ്പിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും നന്മ ചെയ്തുകൊണ്ട് നിനക്കൊന്നും വർദ്ധിക്കാനില്ല. വലാ തുശീനുഹു സയ്യിആതി, എന്റെ തിന്മകളെ കൊണ്ട് ഒരു ദോഷവും നിനക്ക് വരുന്നില്ല. വലാ യൻഖുസു ഖസാഇനുക ഗിനാ, എന്റെ സമ്പത്ത് അത് നിന്റെ ഖജനാവിൽ ഒന്നും കുറക്കുന്നില്ല. വലാ യസീദു ഫീഹാ ഫഖരി, ഞാൻ ദരിദ്രനായി എന്നതുകൊണ്ട് നിനക്ക് കൂടുതലായിട്ട് നിന്റെ ഖജനാവിൽ ഒന്നും ഉണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ വന്നിട്ടുള്ള ആശയമാണിത്. അത് പറഞ്ഞുകൊണ്ട് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുമ്മ സബ്ബിത് റജാഅക ഫീ ഖൽബി ഹത്താ ലാ അർജു അഹദൻ സിവാക്. അല്ലാഹുവേ, മറ്റൊരാളിലും പ്രതീക്ഷ വെക്കാത്ത രീതിയിൽ നിന്നിൽ മാത്രമുള്ള പ്രതീക്ഷ നീ എന്റെ ഖൽബിൽ വെക്കണമേ. യാ മൻ തഹബ്ബബ ഇലൈനാ ബിആലാഹി, നിന്റെ നിഅമത്തുകളെ കൊണ്ട് ഒരുപാട് അനുഗ്രഹിച്ചവനെ. വതഅറഫ ഇലൈനാ ബിനുഅമാഹി വകാന ലീ ഫിൽ ഉമൂരി ഇൻദ മസറതി ഇർഹമിൽ യൗമ അബ്റതി, എന്റെ രഹസ്യങ്ങളെല്ലാം നിനക്ക് അറിയുന്നവനാണ്. അതുപോലെ തന്നെ എന്റെ അവസ്ഥ, എന്റെ തെറ്റുകൾ അത് ഒഴിവാക്കിക്കൊണ്ട് പുറത്തുകൊണ്ട് എനിക്ക് ഇന്ന് കാരുണ്യം ചൊരിയണമേ. വകാന ബുഹൈമുൽ അജ്ലി, മറ്റൊരു സലഫുകളിൽപ്പെട്ട വ്യക്തി, യഖൂലു ഫീ സുജൂദിഹി ഫീ ആഖിറിൽ ലൈലി ഇൻദ ഫറാഗിഹി മിൻ തഹജ്ജുദിഹി, അദ്ദേഹത്തിന്റെ തഹജ്ജുദിൽ സുജൂദിലായിക്കൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുമായിരുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ ഭാഗം വായിച്ചിട്ടില്ല, ദുആഇന്റെ ഒരേ വാക്കുകളായതുകൊണ്ട് ഞാൻ വായിച്ചിട്ടില്ല. പക്ഷേ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾ അള്ളാഹിനോട് ഇങ്ങനെ പറയാറുണ്ടോ? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. അള്ളാഹിനോട് ഇങ്ങനെ സുജൂദിലായിട്ടോ അല്ലെങ്കിൽ അള്ളാഹു ഒന്നാം ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കാറുണ്ടോ? നമ്മുടെ ദുർബലതയും അല്ലെങ്കിൽ നമ്മുടെ കുറവുകളും നമ്മുടെ ആവശ്യങ്ങളും ഒക്കെ പറഞ്ഞിട്ട് അള്ളാഹുവിനോട് ഇങ്ങനെ ഒരു സംസാരിക്കാൻ നമുക്ക് സാധിക്കാറുണ്ടോ? ആലോചിച്ച് നോക്കി. നമ്മുടെ വ്യക്തിപരമായിട്ട് ആലോചിച്ചാൽ നമ്മൾ ചിലപ്പോ അർത്ഥം അറിയാത്ത ദുആകൾ, അതൊന്നും കുറവായിട്ടല്ലോ പറയുന്നത്, അതൊക്കെ ശ്രേഷ്ഠമായുള്ള കാര്യങ്ങളാണ്. സുന്നത്തായി വന്ന ദുആകൾ അത് അഫ്ളലായിട്ടുള്ളതാണ്, അതെല്ലാം അതിന്റെ ശരിയാണ്. പക്ഷെ ചിലപ്പോൾ അർത്ഥം പോലും അറിയാതെ കാണാതെ പഠിച്ച ദുആകൾ നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ നമുക്ക് എന്താണ് പറയേണ്ടത് എന്നറിയാതെ എന്തെല്ലാം വാക്കുകൾ പറയും. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി. ഇതുപോലെ അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്താൻ, അള്ളാഹുവിനോട് സംസാരിക്കാൻ, അള്ളാഹുവിനോട് ചോദിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇതാണ് നമ്മൾ സലഫുകളുമുള്ള വ്യത്യാസം. അവർക്ക് അള്ളാഹുമായിട്ടുള്ള ബന്ധം വളരെ ശക്തമായിരുന്നു. അതുകൊണ്ടാണ് അവരുടെ സംസാരങ്ങൾ അത് ഇഖ്ലാസോട് കൂടിയുള്ളതായത്, അവരുടെ പ്രവർത്തനങ്ങൾ അത് സിദ്ഖോട് കൂടിയുള്ളതായത്. അവർക്ക് അള്ളാഹ് എന്നതായിരുന്നു അവരുടെ ഹമ്മായിട്ടുണ്ടായിരുന്നത്, അവരുടെ ലക്ഷ്യമായിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് പറയാണ് സൽഫുകൾപ്പെട്ട ബുഹൈമുൽ അജ്ലി, അദ്ദേഹം സുജൂദിൽ പറയാറുണ്ട്, ഇലാഹി മിസ്കീനുക യുഹിബ്ബുൽ ഇത്തിസാല ബിതാഅതിക, ഞാൻ ദരിദ്രനാണ്, ഞാൻ ഇഷ്ടപ്പെടുന്നത് നിന്നെ അനുസരിക്കാൻ, നീയുമായിട്ടൊരു ബന്ധം ഉണ്ടാവണം നിന്നെ അനുസരിച്ചുകൊണ്ട്. ഫഅഇൻഹു അലാ ദാലിക ബിതൗഫീഖിക അയ്യുഹൽ കരീം, അതിനുള്ള തൗഫീഖ് നീ നൽകണമേ. ഇലാഹി മിസ്കീനുക കസീറു റജാഇ ലിഖൈരിക, നിന്നിൽ നിന്നുള്ള ഒരുപാട് ഖൈറിലേക്ക് പ്രതീക്ഷ വെക്കുന്നവനാണ് ഞാൻ. ഫലാ തുഹരിംഹു ദാലിക, നീ എനിക്ക് തടയരുതേ. ഇലാഹി മിസ്കീനുക ഖുതിഅ അലാ അറാബിയത്തിൻ ബിതരീഖ് മിന, ഒരിക്കൽ ഒരു യാത്രയിൽ ഒരു അറാബിയായ ഒരു സ്ത്രീ അവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഫഖാലത്ത്, അവർ പറഞ്ഞു, യാ റബ്ബി, എന്റെ റബ്ബേ, അഖൽത വഅതൈത, നീ തടഞ്ഞു വെച്ചു, നീ നൽകി. വഅൻഅംത വസലബ്ത, നീ നിഅമത്ത് ചൊരിഞ്ഞു, നീ അത് എടുത്തു മാറ്റി. വകുല്ലു ദാലിക അദ്ലുൻ വഫദ്ലുൻ, അതെല്ലാം നിന്റെ നീതിയും ഔദാര്യമാണ്. അതായത് അള്ളാഹു എന്തെങ്കിലും നൽകിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹിന്റെ ഔദാര്യമാണ്. അള്ളാഹു നമ്മളിൽ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിന്റെ നീതിയാണ്. വല്ലദീ അളുമ അലൽ ഖലായിക അംറുക ലാ ബസത്തു ലിസാനി ബിമസ്അലതി ഗൈരിക, ഈ സൃഷ്ടികൾക്കെല്ലാം നീ വിശാലമായി നിന്റെ തീരുമാനം നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ നിന്നോടല്ലാതെ ഒരാളോട് ഞാൻ ചോദിക്കുന്നില്ല. വലാ ബദൽതു റഗ്ബതി ഇല്ലാ ഇലൈക, എന്റെ പ്രതീക്ഷകൾ നിന്നിലേക്കല്ലാതെ വേറൊരാളിലേക്കും ഞാൻ നീട്ടുന്നില്ല. യാ ഖുർറത ഐനി സായിലീൻ, ചോദിക്കുന്നവർക്ക് കൺകുളിർമയായിട്ടുള്ളവനെ. അഇന്നി ബിജൂദിൻ മിൻക അതബഹബഹു ബി ഫറാദീസി നിഅമിഹി,
നിന്റെ നിഅമത്തിന്റെ ആ അനുഗ്രഹങ്ങളിൽ സന്തോഷിക്കുന്ന സമാധാനം അടയുന്ന ഒരാളായിട്ട് നീ എനിക്ക് ഔദാര്യം ചെയ്യണമേ. വതഖല്ലബു ഫീ റവാബിഖി നുസ്റതി, നിന്റെ സഹായം പ്രത്യേകമായി ലഭിക്കുന്ന ആളിൽ എന്നെ മാറ്റണമേ. ഇഹ്മിൽനി മിനർ റിഹ്ല, എന്റെ ഭാരങ്ങൾ എളുപ്പത്തിൽ എനിക്ക് കൊണ്ടുനടക്കാൻ സാധിക്കുന്ന അവസ്ഥയിലാക്കണമേ. വഗ്നിനി മിനൽ ഐല, ദാരിദ്ര്യത്തിൽ നിന്ന് എനിക്ക് നീ ഐശ്വര്യം നൽകണമേ. വസ്ബിൽ അലയ്യ സിത്രകല്ലദി ലാ തഖ്റുഖു റിമാഹ് വലാ തുസീലുഹു റിയാ, കുന്തം കൊണ്ടോ മുറിച്ചു കീറാൻ പറ്റാത്ത അല്ലെങ്കിൽ കാറ്റടിച്ച് നീങ്ങിപ്പോകാത്ത നിന്റെ ആ മറ എന്റെ മേലെ എപ്പോഴും ഉണ്ടാകണമേ, അഥവാ പാപങ്ങൾ മറച്ചു വെക്കണമേ. ഇന്നക സമീഉ ദുആ, നീ ഉത്തരം ചെയ്യുന്നവനാണല്ലോ, ദുആഇന് ഉത്തരം ചെയ്യുന്നവനാണല്ലോ എന്നത്. അവസാനമായിട്ട് മറ്റൊരു ദുആഇന്റെ വാക്കുകൾ സലഫുകളിൽപ്പെട്ട ഖാൽ ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ്, ഹസൻ ഇബ്നു മുഹമ്മദ് ഇബ്നു ഇസ്ഹാഖ് അദ്ദേഹം പറയാൻ, റഅയ്തു യഹ്യ ഇബ്നു മുആദ് അർ-റാസി ഫി യൗമിൻ ഈദിൻ യുനാജി റബ്ബഹു വഹുവ യഖൂൽ, യഹ്യ ഇബ്നു മുആദ് എന്ന മറ്റൊരു വ്യക്തി ഈദിന്റെ ദിവസത്തിൽ അല്ലാഹുവിനോട് മുനാജാത്ത്, അല്ലാഹുവിനോട് സംസാരിക്കുന്ന ദുആ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഇലാഹി ലം അകുൻ ലിഹഖ്ഖിക റാഇയൻ ലം അകുൻ ലിഗൈരിക ദാഇയൻ, എന്റെ ഇലാഹേ, ഞാൻ നിന്നോടുള്ള ബാധ്യതകൾ പൂർണ്ണമായി നിറവേറ്റിയവനല്ല, പക്ഷെ നിന്നോടല്ലാതെ ഒരാളോട് ഞാൻ ദുആ ചെയ്യാറില്ല. ഇലാഹി ലം അകുൻ ഇലൽ ഖൈറാത്തി മുസാരിഅൻ ലം അകുൻ ലിബാബിൽ ബൈഅത്തി ഖാരിഅൻ, ഞാൻ നിന്റെ നന്മയിലേക്ക് മുന്നേറുന്നവനായിട്ടില്ല, പക്ഷേ ഞാൻ കച്ചവടം മാത്രമായി മുഴുകുന്ന ദുനിയാവിന്റെ ഒരാളായിട്ട് മാറിയിട്ടില്ല. ഇലാഹി ഇല്ലം അകുൻ അനിൽ ഗൈബത്തി സാമിതൻ, ഞാൻ ഗീബത്ത് പറയുന്നതിൽ നിന്ന് മിണ്ടാതിരിക്കുന്നവനായിട്ടില്ല. ലം അകുൻ ലി അംബിയാഇക വസ്ഫിയാഇക ശാമിതൻ, പക്ഷേ നിന്റെ നബിമാരെയോ സ്വാലിഹീങ്ങളായിട്ടുള്ള ആളുകളെയോ ആക്ഷേപിക്കുന്ന ഒരാളായിട്ട് ഞാൻ മാറിയിട്ടില്ല. ഇലാഹി മിൻ ബാബിക ലാ അസൂൽ, എന്റെ ഇലാഹെ, ഞാൻ നിന്റെ കഥയിൽ നിന്ന് ഞാൻ നീങ്ങില്ല. ലി അന്നി ബിഗൈരിക ലാ അഖൂൽ, കാരണം നിന്നോടല്ലാതെ ഒരാളോട് എനിക്ക് പറയാനില്ല. ഇലാഹി മിൻ ബാബിക ലാ അബ്റഹ്, നിന്റെ കഥയിൽ ഞാൻ തെറ്റിപ്പോകില്ല. ലി അന്നി ബിഗൈരിക ലാ അഫ്റഹ്, കാരണം നിന്നെ കൊണ്ടല്ലാതെ ഞാൻ സന്തോഷിക്കില്ല. ഇലാഹി അമലി കസറാബ്, എന്റെ ഇലാഹെ, എന്റെ കർമ്മങ്ങൾ അത് മരീചിക പോലെ കുറച്ചേ ഉള്ളൂ. വഖൽബി മിനത് തഖ്വ ഖറാബ്, എന്റെ ഖൽബ് തഖ്വയെ തൊട്ട് നശിച്ച അവസ്ഥയിലാണ്. വദുനൂബി അക്സർ മിനത് തുറാബ്, എന്റെ തിന്മകൾ മണ്ണിനേക്കാളും കൂടുതലാണ്. വഅൻത ഔലാ ബിൽ അഫ്വി വസ്സഹ്, നീയാണ് ഏറ്റവും പുറത്തു തരാനുള്ളവൻ. ഫഗ്ഫിർ ലനാ വർഹംനാ ബിജൂദിക വതൗലിക യാ ദൽ ജലാലി വൽ ഇക്റാം, നിന്റെ ഔദാര്യവും കാരുണ്യവും കൊണ്ട് നീ എനിക്ക് പിന്നെ പാപങ്ങൾ പുറത്തു തരണമേ. എന്നിട്ട് അവസാനിപ്പിക്കാൻ ആഖിറുൽ വസിയ, അവസാനമായിട്ട് ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറയാണ്, ദഅ റജുലുൻ ഫഖാല, ഒരു വ്യക്തി ദുആ ചെയ്ത് കേട്ടു. അദ്ദേഹം ദുആ ചെയ്യുമ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നക തഅലമു അലാ ഇസാഅതി, അല്ലാഹുവേ, നിനക്കറിയാം എന്റെ തിന്മകൾ എന്തൊക്കെയാണെന്ന്. വദുൽമി, ഞാൻ ചെയ്ത അതിക്രമങ്ങൾ. വഇസ്റാഫി, ഞാൻ പരിധി ലംഘിച്ചത്. അന്നീ ലം അജ്അലു ലക വലദൻ, പക്ഷേ റബ്ബേ, ഞാൻ നിനക്കൊരു സന്താനത്തെ വെച്ചിട്ടില്ല. വലാ നിദ്ദൻ, ഒരു പകരക്കാരനെ വെച്ചിട്ടില്ല. വലാ സാഹിബത്തൻ, നിനക്കൊരു പങ്കാളി ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. വലാ കുഫുവൻ, നിന്നെ പോലെ ഒന്നുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. ശിർക്കിന്റെ ഒരു അംശം എന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. ഫൈൻ തുഅദ്ദിബ് ഫബിഅദ്ലിക്, നീ എന്നെ ശിക്ഷിച്ചാൽ അത് നിന്റെ നീതിയാണ്. വൈൻ തഅഫു ഫഇന്നക അൻതൽ അസീസുൽ ഹകീം, നീ പുറത്തു തരികയാണെങ്കിൽ നീ അസീസും ഹക്കീമുമാണ്. ഈസാ നബി അലൈഹി സ്വലാമിന്റെ വാക്കാണ്, യാ മൻ ലാ യുശ്അലു സംഉൻ അൻ സംഇൻ, ആളുകളുടെ വാക്ക് കേൾവിയിൽ ഒരു തിരക്കുമാക്കാതെ എല്ലാം കൃത്യമായി കേൾക്കുന്നവനെ നീ ഇത് കേൾക്കണമേ എന്ന ആശയത്തിൽ ഒരു വ്യക്തി ദുആ ചെയ്തു. ഈ വസിയത്ത് ഇവിടെ അവസാനിക്കുകയാണ്. ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാഹ് വസിയത്ത് അവസാനത്തെ ആ ഒരു വ്യക്തിയുടെ ദുആ കൂടി കൊടുത്തുകൊണ്ട് അദ്ദേഹം അവസാനിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിന്റെ ഈ വസിയത്തിന്റെ ആകെ തുക, ഇതിന്റെ ആരംഭത്തിൽ ഇബ്നു ഖുദാമ റഹിമഹുല്ലാഹ് പറഞ്ഞ വിഷയം, ദുനിയാവ് അത് നമുക്ക് വളരെ കുറച്ചാണുള്ളത്, അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവൻ അഥവാ അള്ളാഹുവിലേക്ക് സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറുന്നവനാണ് ഏറ്റവും ബുദ്ധിശാലി. അതല്ലാത്തവൻ തിന്മയിലും മറ്റും മുഴുകി അള്ളാഹുവിന് അശ്രദ്ധനായി പോകുന്നവന് നഷ്ടമായിരിക്കും സംഭവിക്കുക. അതിനുശേഷം സൽക്കർമ്മങ്ങൾ മുന്നേറുന്ന ആളുകൾ അവരുടെ കർമ്മങ്ങൾ നിഷ്ഫലമായി പോകുന്ന റിയാ, ഉജ്ബ്, അതുപോലെ തന്നെ മുസ്ലിമിനെ നിന്ദിക്കൽ, സുന്നത്തിനെതിരാകൽ, അതുപോലുള്ള കാര്യങ്ങളെ സൂക്ഷിക്കണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ തിന്മയിൽ മുഴുകി തഫക്കുർ, ഉറ്റാലോചിക്കുന്ന ആളുകളായിട്ട് മാറണം. ഓരോ കാര്യങ്ങളെക്കുറിച്ചും സ്വന്തം തിന്മകളെക്കുറിച്ചും കുറവുകളെക്കുറിച്ചും ആലോചിച്ച് ഇതിന്റെ അവസാനം എന്തായിരിക്കുമെന്ന് ഗൗരവത്തിൽ ശ്രദ്ധിക്കുന്ന ആളായിരിക്കണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ ചോദ്യം അള്ളാഹുവിന് മുമ്പിൽ ഉത്തരം പറയേണ്ടി വരുന്ന അവസ്ഥ, അതിനെപ്പറ്റി പറഞ്ഞു. അതുപോലെ തന്നെ സൽക്കർമ്മങ്ങളിൽ മുന്നേറുക,
എന്ന വിഷയം പറഞ്ഞു. പിന്നീട് ദുആവുമായി ബന്ധപ്പെട്ട ബാബിലാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ളത്. ദുആ അള്ളാഹുവിനോട് അതിയായി ദുആ ചെയ്യുക. കാരണം കാര്യങ്ങളുടെ എല്ലാം നിയന്ത്രണം അള്ളാഹുവിന്റെ കയ്യിലാണ്. അത് നേടിയെടുക്കാനുള്ളത് ദുആ മാത്രമാണ് എന്ന അർത്ഥത്തിൽ അദ്ദേഹം ഒരു സലഫുകളിൽ റിവായത്ത് ചെയ്തിട്ടുള്ള പല ദുആഇന്റെ വാക്കുകളും പറഞ്ഞുകൊണ്ട് ഈ വസിയത്ത് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ നമ്മളെല്ലാം ആലോചിക്കേണ്ടതും ജീവിതത്തിൽ പകർത്തേണ്ടതുമായിട്ടുള്ള കാര്യങ്ങളാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. أقول قولي هذا أستغفر الله لي ولكم واستغفروا إنه هو الغفور الرحيم. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. وصلى الله على نبينا محمد وعلى آله وأصحابه أجمعين والحمد لله رب العالمين.